സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ്റെ യാത്രയയപ്പ് സമ്മേളനം നാം ഇപ്പോൾ നടത്തുകയാണ്. ബഹുമാനപ്പെട്ട ജോസ് അച്ഛനെ ഇതിൻ്റെ അധ്യക്ഷനായിട്ട് നാം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരെയും സ്വാഗതം ആശംസിക്കുവാൻ തക്കവണ്ണം കത്തീഡ്രൽ ഓണററി സെക്രട്ടറി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥികളായിരിക്കുന്ന ജോബി അച്ഛനും കുടുംബവും, കത്തീഡ്രൽ ട്രസ്റ്റി മിസ്റ്റർ VG ഷാജി, ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ഇന്ന് ഫെലിസിറ്റേഷൻ അർപ്പിക്കുവാനുള്ള ആത്മീയ സംഘടനാ ഭാരവാഹികളെ, മുൻ സെക്രട്ടറിമാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ 3 വർഷക്കാലം നമ്മുടെ ഇടവകയിൽ സേവനമനുഷ്ഠിച്ച്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നമുക്ക് വേണ്ടി ആരാധനകൾ അർപ്പിച്ച്, സഭയുടെ നിയമപ്രകാരം വേറൊരു ഇടവകയിലേക്ക് യാത്രയായി പോകുന്ന ബഹുമാനപ്പെട്ട ജോബി അച്ഛനെ ആദരിക്കുകയാണല്ലോ ഇപ്പോൾ. അഭിവന്യ തിരുമേനി ബ്രഹ്മവാർ ഭദ്രാസനം ഏറ്റെടുത്തപ്പോൾ ഇവിടെ പറയുകയുണ്ടായി 2 അച്ഛന്മാരെ വിടുന്നു എന്ന്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നല്ല ഒരു ശതമാനം ആൾക്കാരും അതിനോട് വലിയ അനുഭാവവും ഇല്ലായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ 2 അച്ഛന്മാർ വന്നാൽ ചില ആശാഭൂഷകളൊക്കെ ഉണ്ടാവും, ചില ഗ്രൂപ്പിസമൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ 2 അച്ഛന്മാരുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ ആ മുൻവിധികളെയൊക്കെ മാറ്റി മറിച്ച് എഴുതിക്കൊണ്ട് ഏകോദര സഹോദരങ്ങളെ പോലെ, ഒരു പിതാവും മകനും എന്നതുപോലെ ഈ കഴിഞ്ഞ 3 വർഷക്കാലം പ്രവർത്തിക്കുവാൻ അവർക്ക് സാധിച്ചു എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എന്നാൽ ഈ കൊച്ചമ്മമാരെയാണ് എനിക്ക് കൂടുതലായിട്ട് അഭിനന്ദിക്കാനായി തോന്നുന്നത്. കാരണം ഈ കൊച്ചമ്മമാർ 2 കൂടെ ചിന്തിച്ചിരുന്നെങ്കിൽ വല്ല തലയണ മന്ത്രമൊക്കെ കൊടുത്ത് ഈ അച്ഛന്മാരെയൊക്കെ തിരിക്കായിരുന്നു. പക്ഷെ അതുണ്ടായില്ല എന്ന് പറയുമ്പോൾ ആ കൊച്ചമ്മമാരാണ് കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്നത്. അഭിവന്യ തിരുമേനി ബഹുമാനപ്പെട്ട ജോബി അച്ഛനെ ഇവിടേക്ക് വിട്ടു. എനിക്ക് തോന്നുന്നത് ജോബി അച്ഛൻ എല്ലാം കൊണ്ടും ഒരു ഭാഗ്യവാനായ വൈദികനാണ്. വൈദിക ശുശ്രൂഷ ഏറ്റ് അധികം കാലമാകുന്നതിന് മുൻപ് തന്നെ ഒരു വിദേശ രാജ്യത്ത് ശുശ്രൂഷ അർപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ആദ്യ വൈദികനായിരിക്കും അച്ഛനെന്ന് ഞാൻ കരുതുകയാണ്. രണ്ടാമത് എനിക്ക് അച്ഛനെ പറ്റി തോന്നുന്നത്, ഇവിടെ വന്ന് ഒരു അസിസ്റ്റന്റ് വികാരിയായിട്ടാണ് അച്ഛൻ വന്നത്. ഇപ്പം ഏതായാലും ഇതിൻ്റെ മേളിലൊരു അച്ഛനുണ്ടെന്ന് അച്ഛൻ അറിയാം. ഇപ്പം നല്ലൊരു സീനിയർ അച്ഛനെ കിട്ടിയതുകൊണ്ട് അച്ഛൻ്റെ അടുത്തൊരു ഭാഗ്യം അച്ഛനുണ്ടായി എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. മൂന്നാമതായിട്ട് നമ്മുടെ ഇടവകയുടെ പെരുന്നാൾ നടക്കുന്ന സന്ദർഭത്തിൽ സാധാരണ തിരുമേനിമാരാണ് പെരുന്നാളുകളിന് ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കാറുള്ളത്. എന്നാൽ ഈ വർഷം നമുക്ക് തിരുമേനിമാരെ കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ മാനേജിംഗ് കമ്മിറ്റിയിൽ ഒരു തീരുമാനമെടുത്തു. ബഹുമാനപ്പെട്ട ജോസച്ചനും പറഞ്ഞു, നമുക്ക് ജോബി അച്ഛൻ തന്നെയായിട്ട് ഈ വർഷത്തെ പെരുന്നാളിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതെന്ന്. ബഹുമാനപ്പെട്ട അച്ഛൻ മുഖ്യ കാർമ്മികനായി വിശുദ്ധ കുർബാന അർപ്പിച്ച് അത് പടിഞ്ഞാറോട്ട് എഴുന്നള്ളി കൊണ്ടുവരുന്നതായ സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛന് ഒരു കുഞ്ഞ് ജനിച്ചു എന്നുള്ളതായ ഒരു ഫോൺ സന്ദേശം വന്നു. അടുത്ത അച്ഛൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. നാലാമതായിട്ട് എനിക്ക് തോന്നുന്ന അച്ഛൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, അച്ഛന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പാഠങ്ങൾ ഉൾക്കൊണ്ട് പഠിക്കുവാൻ പറ്റിയ അനേക അനുഭവ സമ്പത്ത് ലഭിച്ചിട്ടുള്ള ഒരു വന്യ മഹാപുരോഹിതനായിരുന്നു കാലം ചെയ്ത പരിശുദ്ധ വലിയ ബാബ തിരുമേനി. ആ തിരുമേനിയുടെ അടിയന്തര ദിവസം തന്നെ അബുദാബിയിൽ നിന്നും അച്ഛന് ഒരു യാത്രയയപ്പ് മംഗളം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, അച്ഛന് വന്നതിന് ശേഷം നമ്മുടെ മുസഫായിൽ ഒരു പ്രയർ ഗ്രൂപ്പ് കൂടി നമുക്ക്
പുതുതായി ആരംഭിക്കുവാൻ സാധിച്ചു. റൂവൈസ് റെസിഡൻസ് കോംപ്ലക്സിൽ നമ്മൾ എല്ലാ മാസവും ഇപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓർത്തഡോക്സ് സഭയിലെ ബാച്ചിലേഴ്സിനെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുസഫായിൽ വെച്ച് ഒരു നല്ല ക്യാമ്പ് നടത്തപ്പെട്ടു. ഇതിനെയെല്ലാം ചുക്കാൻ പിടിച്ചത്, മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട അച്ഛനാണെന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ചെറിയ ചെറിയ ആശയങ്ങൾ കൊണ്ട് വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു ശ്രേഷ്ഠ വൈദികനാണ് ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ. ജോബി അച്ഛന് നിങ്ങൾക്കറിയില്ലായിരിക്കാം, മർത്തോമ ഇടവകയിലെ പ്രയർ മീറ്റിങ്ങുകളിൽ അവർ ക്ഷണിച്ച് അച്ഛൻ അവിടെയൊക്കെ പ്രസംഗിക്കാൻ പോകുമായിരുന്നു. അത്രമാത്രം മനുഷ്യരിൽ ഒരു സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചതായ ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ. അച്ഛന് ഒരു ശാന്ത സ്വഭാവവും ഒക്കെ ആണ് എങ്കിലും അച്ഛൻ ഇടയ്ക്കൊക്കെ ചില അരിശമുള്ള സ്വഭാവങ്ങൾ ഞാൻ കാണാറുണ്ട്. പക്ഷെ അച്ഛൻ വെളിയിലോട്ട് എടുക്കാറില്ല എന്ന് മാത്രം. അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് അച്ഛൻ എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാൻ പാടില്ലായിരിക്കാം, നമുക്കിവിടെ ചില സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനും ചില കീഴ്വഴക്കങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ഈ രണ്ട് അച്ഛന്മാരും വന്നപ്പോൾ പല കീഴ്വഴക്കങ്ങളും സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനും ഒക്കെ മാറ്റി വളരെ കൂളായിട്ട് പല കാര്യങ്ങളും ഇതുവരെ നടത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ കൊച്ചമ്മയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നല്ല ബിനാക്ക ചിരിയുള്ള ഒരു കൊച്ചമ്മ, ശാന്ത സ്വഭാവക്കാരിയായ ഒരു കൊച്ചമ്മ, നല്ലൊരു ടീച്ചർ. ങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിന് ജന്മം നൽകി ഭാഗ്യം ലഭിച്ച ഒരു കൊച്ചമ്മയാണ് എന്ന് പറയുന്നതിലും സന്തോഷിക്കുന്നു. പിന്നെ ആ കുഞ്ഞ് ഗീവറീസാദയുടെ ആ സ്വഭാവങ്ങളോടുകൂടി വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ എൽക്ക കൊച്ച്, ആ കുഞ്ഞ് വന്നപ്പോഴും ഒരു ആംഗ്യ ഭാഷയായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാവരുടെയും കയ്യെ തൂങ്ങി പിടിച്ചുകൊണ്ട് നല്ലവണ്ണം വർത്തമാനം പറഞ്ഞ് ഓടിച്ചാടി നടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ആ കുഞ്ഞ് ഇവിടുന്ന് പോകുന്നത് എന്ന് പറയുന്നതിൽ ഒരു സങ്കടമുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛന് കഴിഞ്ഞ ദിവസം മുസഫ പ്രയർ മീറ്റിംഗ് വെച്ച് പറയുകയുണ്ടായി, അച്ഛൻ പോകുന്നിടത്ത് ഒരു സ്കൂളുണ്ട്, 100 ഇടവകയുള്ള ആൾക്കാരുള്ള ഒരു ഇടവകയിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അച്ഛനോട് പറയുകയുണ്ടായി, അബുദാബി പള്ളി 3 വർഷം സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ തീയിൽ കുരുത്തതിന് തുല്യമായി ഇനി അച്ഛൻ ഒരിടത്തും വാടത്തില്ല എന്ന്. അത്രമാത്രം അച്ഛന് എല്ലാ പരിചയ സമ്പത്തും ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഒരു ചെറിയ മുഖലക്ഷണം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അച്ഛൻ്റെ മുഖലക്ഷണം കണ്ടിട്ട് ഒരു കൊച്ചച്ഛനായിട്ട് ഇവിടെ വന്നു, ഇനി കുറച്ചു കാലം കറങ്ങി ഒരു വലിയ അച്ഛനായിട്ട് വീണ്ടും ഇടവകയിൽ വന്നേക്കും എന്ന് എനിക്കൊരു തോന്നൽ അങ്ങുണ്ടാകുകയാണ്. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസ് അച്ഛനെ സസന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിലും മാനേജിംഗ് കമ്മിറ്റി അമ്മയുടെ നാമത്തിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായിട്ട് ഇന്നത്തെ വിശിഷ്ട അതിഥിയായി നമ്മളോടൊപ്പം ഇരിക്കുന്ന അച്ഛനും കൊച്ചമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഈ മീറ്റിങ്ങിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കത്തീഡ്രൽ ട്രസ്റ്റി മിസ്റ്റർ വി ജി ഷാജി, അദ്ദേഹം വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതായിരിക്കും. അദ്ദേഹത്തെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന മാനേജിംഗ് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളെയും ഈ യോഗത്തിലേക്ക് എൻ്റെയും ഈ ഇടവകയിലെ എല്ലാവരുടെയും നാമത്തിൽ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഫെലിസിറ്റേഷൻസ് പറയുവാനുള്ള 2011, 12, 13 ഈ കാലയളവിൽ 2011 സെക്രട്ടറി സ്ഥലത്തില്ലാത്തതിനാൽ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് മിസ്റ്റർ ജെയിംസൺ പാപ്പച്ചനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2012 സെക്രട്ടറി മിസ്റ്റർ കെ ഇ തോമസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2013 ബഹുമാനപ്പെട്ട പി എസ് ബേബിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഐ തോമസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബ്രഹ്മവാർ ഡയോസിസ് കൗൺസിൽ മെമ്പറായിരിക്കുന്ന ബഹുമാനപ്പെട്ട എ ജി എബ്രഹാമിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
നമ്മുടെ മത്തമറിയ സമാജത്തിൻ്റെ സെക്രട്ടറി ശ്രീമതി സൂസമ്മ മാത്യുവിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. OCYMന്റെ സെക്രട്ടറി മിസ്റ്റർ ഷിജു ജോയിയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. MGOSSത്തിന്റെ മിസ് കൃപ സാറ റോയിയെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് മാനേജിംഗ് കമ്മിറ്റിയുടെ നാമധേയത്തിലും എൻ്റെ വ്യക്തിപരമായ നാമത്തിലും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. കർത്താവിനാൽ അനുഗ്രഹീതരെ, നമ്മുടെ സെക്രട്ടറിയുടെ പ്രസംഗം കേട്ട് മതിമറന്നിരിക്കുകയായിരുന്നു. ഇനി എന്ത് പറയാൻ പോയാലും അതിന് റിപ്പീറ്റേഷൻ അല്ലാതെ മറ്റൊന്നും ഞങ്ങളിൽ നിന്ന് ആരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. പുതുമയായിട്ട് ഒരു പോയിന്റ് പോലും വിടാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ആശയക്കുഴപ്പത്തില്ല. സമയം അധികം ഞാൻ എടുക്കുന്നില്ല. 3 വർഷം വളരെ വേഗം കടന്നുപോയി. 3 വർഷം ഒരു കുടുംബം എന്ന വണ്ണം മുകളിലും താഴെയുമായി ഞങ്ങൾ താമസിച്ചു. ഇനി പിരിയുന്നതായിരിക്കുന്നൊരു സമയം വരുമ്പോൾ, കുടുംബാംഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അതിനതായിരിക്കുന്ന ദുഃഖമുണ്ട് എനിക്കും നിങ്ങൾക്കും. ആ സമ്മിശ്രമായിരിക്കുന്ന വികാരത്തിലാണ് നാം ഇവിടെ ഇപ്പോൾ ഇരിക്കുകയും നിലകൊള്ളുകയും ചെയ്യുന്നത്. ചില ആഴ്ചകൾ കഴിയുമ്പോൾ ഞാനും ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യുന്നു. വീണ്ടും ഞങ്ങളൊരു വലിയ ദൂരമല്ലാത്ത കർണാടകയിലെ സ്ഥലത്തേക്കാണ് പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ ദുഃഖിക്കേണ്ടതായിരിക്കുന്ന കാര്യം ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങളവിടെ വീണ്ടും ഏകോദര സഹോദരങ്ങളെ പോലെ കാണുവാനും കേൾക്കുവാനും ഉള്ള അവസരങ്ങൾ ലഭിക്കുന്നു. അച്ഛൻ ഇത്തിരി കൂടി ഉന്നതമായിരിക്കുന്ന സ്ഥലത്തേക്കാണ്. ജോഗ്രഫിക്കലായിട്ട് ഒരു ഹൈ റേഞ്ച് അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷനാണ് ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് വരാൻ പോകുന്ന വികാരി അച്ഛൻ MC മത്തായി അച്ഛൻ്റെ ഇടവകയിലെ വികാരിയായിട്ടും കൂടിയാണ്. അപ്പോൾ എല്ലാ രീതിയിലും ഉന്നതമായിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. ഞാൻ താഴ്ന്ന പ്രദേശത്തേക്കാണ് പോവുകയും ചെയ്യുന്നത്. ബ്രഹ്മാവർ ഒരു കുടുംബം എന്നുള്ള നിലയിൽ മുകളിലും താഴെയുമായിട്ട് ഞങ്ങൾ താമസിച്ചു. 2 അച്ഛന്മാർ വരുമ്പോൾ നിങ്ങൾ പേടിച്ചിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെയുള്ള ഭയമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ 7 സഹോദരങ്ങളാണ്. 3 സഹോദരികളും 4 സഹോദരങ്ങളും. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അച്ഛനാണ്. എൻ്റെ ജ്യേഷ്ഠൻ എന്നെ കരുതുന്നത് പോലെ എനിക്കും എൻ്റെ ഇളയ സഹോദരൻ കൊച്ചു അനുജൻ ജോബി അച്ഛനെ കരുതുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ മറ്റേത് അച്ഛന്മാരെയും കരുതുന്ന കാര്യത്തിൽ എനിക്ക് വിഷമങ്ങളോ അല്ലെങ്കിൽ ഒരു വെല്ലുവിളികളോ ആയിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ചോദ്യചിഹ്ന ഭാവമൊന്നും എനിക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ബ്രഹ്മാവൂരിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിരുന്നു. അവിടെ 4 അസിസ്റ്റന്റുമാർ 5 അസിസ്റ്റന്റുമാരുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും പരിചയം ഇഷ്ടംപോലെ ആദ്യമായിട്ട് കിട്ടി. 4-5 പേരെ കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പ്രയാസം ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഒരു കൊച്ചു അനുജനെ പോലെ കരുതുവാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. വീഴ്ചകൾ വന്നിട്ടുണ്ടാകാം. എന്നേക്കാൾ അധികമായിട്ട് അച്ഛനെ പ്രൊജക്റ്റ് ചെയ്യണമെന്നും മുന്നിൽ നിർത്തണമെന്നും ഉള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രയത്നിച്ച് നോക്കിയിട്ടുണ്ട്. വിജയിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 3 വർഷക്കാലം നിങ്ങളുടെ മുമ്പിലാണ് ഞങ്ങൾ ജീവിച്ചത്. നിങ്ങൾ തന്നെ വിധി എഴുതുകയും ചെയ്യുക. ഒരു കുടുംബത്തിലെ സഹോദരികൾ തമ്മിൽ എപ്പോഴും പല തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയും ഉണ്ടാകാം. എന്നാൽ മലബാർ പ്രദേശത്ത് ജനിച്ചു വളർന്ന മലബാർ ഭദ്രാസനത്തിലെ വൈദികനായിരുന്ന ജോബി അച്ഛനും മദ്രാസ് ഭദ്രാസനത്തിൽ പ്രവർത്തിക്കുകയും വളരുകയും ചെയ്ത ജോസ് അച്ഛനും ഒരുമിച്ച് ചേർന്നപ്പോൾ ഒരു പ്രയാസങ്ങളും ഉണ്ടായില്ല. ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെ, ഒരപ്പത്തിൻ്റെ അംശികൾ എന്നതുപോലെ തന്നെ ഇവിടെയും കർത്തൃമേശയിൽ ഞങ്ങൾ ഭാഗവാക്കായി. ഞങ്ങളുടെ ബന്ധങ്ങളിലും ആ സാഹോദര്യവും ആ സ്നേഹവും മാത്രം. അച്ഛനോട് പിണങ്ങേണ്ട ഒരവസരം എനിക്കുണ്ടായിട്ടില്ല. തിരിച്ച് അച്ഛൻ എന്നോടുമായിക്കൊണ്ട് വളരെ ഹാർദവമായി സന്തോഷകരമായിട്ട് എൻ്റെ കൊച്ചു അനുജൻ എന്നുള്ള നിലയിൽ അച്ഛനെ കൊണ്ടു നടക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളൊരു ആത്മസന്തോഷം എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയിൽ എല്ലാ ബഹുമാനങ്ങളും ആദരവുകളും അച്ഛൻ എനിക്ക് നൽകുകയുണ്ടായി. പ്രത്യേകം അതിനുള്ള സന്തോഷം ഈ സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛനെ അറിയിക്കുന്നു. പിന്നെ എന്തെങ്കിലും 100% ആകണമെന്നില്ല.
കൊച്ചു കൊച്ചു വീഴ്ചകളും അല്ലെങ്കിൽ മനസ്സിൽ തോന്നിയതായ ദുഃഖങ്ങളും അച്ഛന് ഉണ്ടായേക്കാം. എൻ്റെ ഏതെങ്കിലും വാക്കുകളിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും പ്രതികരണങ്ങളിൽ നിന്നോ ഇടപെടലുകളിൽ നിന്നോ അതൊക്കെയും ക്ഷമിക്കുകയും ചെയ്യുക എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ ഞങ്ങളെക്കാൾ അധികമായിട്ട് അഭിനന്ദിക്കേണ്ടത് കൊച്ചമ്മമാരെയാണ്, യാതൊരു സംശയമില്ല. സുധ കൊച്ചമ്മയും റെട്ടി കൊച്ചമ്മയും പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും ഇടപെട്ടു. ആരും ആർക്കും പിടികൊടുത്തില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടികൊടുത്തില്ല. നല്ലതേ സമയത്ത് പരസ്പരം ബഹുമാനിച്ചു അറിഞ്ഞു, രണ്ടുപേരുടെയും സ്വഭാവം രണ്ടുപേരും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രയാസങ്ങളും ഞങ്ങൾക്കും വരുത്താതെ, ഇടവകി വരുത്താതെ, അവർക്കും ഉണ്ടാകാതെ ആ ബന്ധം കാത്തു സൂക്ഷിച്ചു. എത്ര കയ്യടി കൊടുത്താലും അത് അധികമായി തീരുന്നില്ല. രണ്ട് കൊച്ചമ്മമാരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പുരുഷന്മാരുടെ വിജയത്തിന്റെ പിന്നിൽ സ്ത്രീകളാണല്ലോ, കൊച്ചമ്മമാർ മോശമല്ല, അവർ വിജയിച്ചിരിക്കുന്നു. പിന്നീട് ഞാൻ നീട്ടുന്നില്ല, ഒത്തിരി പറയാനുണ്ട്, പക്ഷേ ഇപ്പോൾ അതൊന്നും പറയുന്നില്ല. ഒരു കാര്യം കൂടി മാത്രം. ജോബി അച്ഛൻ വളരെ കഴിവുള്ള ഒരു യുവ വൈദികനാണ്. വളരെ ആശയങ്ങളും ഐഡിയൽസും കമ്മിറ്റ്മെന്റും ഡെഡിക്കേഷനും ഒക്കെയുമുണ്ട്. ഈ അബുദാബി പള്ളിക്ക് ഒത്തിരി സേവനങ്ങൾ കൂടി ചെയ്യുവാനായിട്ടുണ്ടായിരുന്നു. യുവ തലമുറയുടെ യുവത്വവും ദർശനമൊക്കെയും ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി പഴഞ്ചനാണ്. ഒരുപക്ഷെ ഞാൻ പലപ്പോഴും വിചാരിക്കുമായിരുന്നു, നല്ല കഴിവുള്ള ഒരു വികാരിയച്ഛൻ്റെ കീഴിൽ കഴിഞ്ഞ 3 വർഷക്കാലം ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ നിലകൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ എത്രയോ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വരാൻ പോകുന്ന നാളുധാരിക്കുന്നതായ ആളുകളിലും വളരെ നല്ലതായിരിക്കുന്നതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനായിട്ട് അവസരം ലഭിക്കുമായിരുന്നു. പക്ഷെ ഏതായാലും എൻ്റെ ഭാഗത്തുനിന്ന് കുറവുകൾ ഉള്ളത് ഉന്നതത്തിൽ ദൈവം ശക്തി പകർന്നു കൊടുത്തുകൊണ്ട് അച്ഛനെ കോംപ്ലിമെന്റ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം ബഹുമാനപ്പെട്ട അച്ഛനെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. മുന്നോട്ടുള്ള ഭാവി ശോഭിതമാകട്ടെ. അനുഗ്രഹകരമായ ശുശ്രൂഷ സഭയ്ക്കും സമൂഹത്തിനും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടും ആശംസയോടും കൂടി എൻ്റെ കൊച്ചു അനുജൻ ജോബി അച്ഛന് എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും ആശംസകളും ആശംസകൾ അർപ്പിക്കുവാൻ തക്കവണ്ണം 2011 മാനേജിംഗ് കമ്മിറ്റിക്ക് റെപ്രസെൻറ്റേറ്റീവ് മിസ്റ്റർ ജെയിംസൺ പാപ്പസ്. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ജോസച്ചൻ, ജോബി അച്ഛൻ, ഇടവക ട്രസ്റ്റി ഷായിച്ചാൻ, സെക്രട്ടറി സണ്ണിച്ചാൻ, ഫെസിലിറ്റേഷന് എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇടവക ജനങ്ങളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ സെക്രട്ടറി ഓൾറെഡി തന്നെ അച്ഛൻ്റെ കഴിവുകളും ലക്ഷണങ്ങളും ഒക്കെ നമ്മളൊരിക്കൽ വിവരിച്ചു പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഇടവകയുടെ ആദ്യ അസിസ്റ്റന്റ് വികാരിയായി 2011 നമ്മുടെ ഇടവകയിലേക്ക് ജോബി അച്ഛൻ കടന്നു വരുമ്പോൾ തനതാണ്ടിൽ ഇവിടെയുണ്ടായിരുന്ന മാനേജിംഗ് കമ്മിറ്റിയുടെ ഒരംഗമായിരിക്കുവാൻ എനിക്കും സാധിച്ചു എന്നുള്ളത് ഈ സമയത്ത് ഞാൻ എൻ്റെ ഭാഗ്യമായി കരുതുന്നു. സംഭവബഹുലമായ നിരവധി സംരംഭങ്ങൾക്ക് ജോസച്ചനോടൊപ്പം ജോബി അച്ഛനും നേതൃത്വം നൽകുവാൻ തനത് വർഷത്തിൽ അവസരം ലഭിച്ചു എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർത്തുപോകുന്നു. ബ്രഹ്മവാർ ഭദ്രാസനത്തിൻ്റെ വികസനത്തിനായി നമ്മുടെ ഇടവകയുടെ ചരിത്രത്താളുകളിൽ എഴുതപ്പെട്ട ഫണ്ട് കളക്ഷന് നേതൃത്വം നൽകുന്നതിന് ജോബി അച്ഛൻ വഹിച്ച പങ്ക് നമ്മൾ ഒരു കാലത്തും വിസ്മരിക്കുന്നതല്ല. കൂടാതെ ഇന്ന് വെള്ളിയാഴ്ചകളിൽ ഇവിടെ നടന്നു വരുന്ന മോർണിംഗിൽ നടന്നു വരുന്നതായ 2 സർവീസുകൾക്ക് തുടക്കം കുറിക്കുന്നതിന് ഈ 2 വൈദികരും ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം അതിന് തുടക്കം കുറിക്കുന്നതിന് ജോബി അച്ഛൻ്റെതായിട്ടുള്ള സാന്നിധ്യം വളരെയധികം നമ്മൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു.
കൂടാതെ സൺഡേ ഈവനിങ്ങിലുള്ള സർവീസ് സാറ്റർഡേയിലേക്ക് മാറ്റുന്നതിനും മുസഫയിൽ മർത്തുമ പള്ളിയിൽ വെച്ച് നടക്കുന്ന ഫ്രൈഡേ ഈവനിങ്ങിലുള്ള മാസ് ഭംഗിയായി നടത്തുന്നതിനും അതിലൊക്കെയും ഉപരിയായി ബദാസയിലുള്ള കുർബാന മുടക്കം കൂടാതെ ഭംഗിയോടുകൂടി കൊണ്ടുപോകുന്നതിന് ജോബി അച്ഛൻ വഹിച്ച പങ്ക് വളരെയധികം പ്രശംസനീയമാണ്. നമ്മുടെ ഇടവകയിൽ കഴിഞ്ഞ 3 വർഷക്കാലം രാമലക്ഷ്മണന്മാരെ പോലെ മറ്റിടവകൾക്ക് മാതൃകാപരമായി നേതൃത്വം നൽകുന്നതിന് ഈ ഇടവകയ്ക്ക് എന്നും മുതൽക്കൂട്ടായി എന്നുള്ളത് സംശയമില്ലാത്ത ഒരു കാര്യമാണ്. ഈ ഇടവകയുടെ ആദ്യ അസിസ്റ്റന്റ് വികാരി എന്ന നിലയിൽ ഈ ഇടവക എന്നും ജോബി അച്ഛനെ ഓർക്കും എന്നുള്ളത് ഈ ഇടവക ജനങ്ങളോടൊപ്പം ജോബി അച്ഛനും അഭിമാനിക്കുവാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അച്ഛൻ കടന്നു പോകുന്നതായ എല്ലാ വഴിത്താരകളിലും എല്ലാ ഇടവകകളിലും അച്ഛനും അച്ഛൻ്റെ കുടുംബത്തിനും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടായിരിക്കട്ടെ എന്ന് 2011 മാനേജിംഗ് കമ്മിറ്റിയുടെ പേരിലും ഈ ഇടവക ജനങ്ങളുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ജോസച്ചൻ, ജോബി അച്ഛൻ, നമ്മുടെ കാത്തഡ്രൽ ട്രസ്റ്റി, സെക്രട്ടറി, മുൻ സെക്രട്ടറിമാർ, ഓസിബയ്യം, മാർത്തമറിയം, ഭാരവാഹികൾ, ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ജോബി അച്ഛൻ ഇനിയൊക്കെ 3 നാൾ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുകയാണ്. യാത്രയപ്പോൾ എപ്പോഴും പ്രയാസമുള്ള കാര്യമാണ്. അച്ഛനെപ്പറ്റി പറയേണ്ടതൊക്കെയും പറഞ്ഞു കഴിഞ്ഞു. എന്നോട് അധികം ദീർഘിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. റിപ്പിറ്റേഷൻ ചെയ്യുന്നില്ല. അച്ഛൻ ഈ ഇടവകയിൽ വളരെ അനുഗ്രഹമായ സേവനമാണ് ചെയ്തത്. അതിനെപ്പറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത്, യഹോവ എത്രത്തോളം സഹായിച്ചു, യഹോവ എത്രത്തോളം നടത്തി, നാളെയും നടത്തും. യേശു തമ്പുരാൻ നല്ലൊരു ഇടയൻ ആയിരുന്നതുപോലെ പോകുന്ന ഇടവകയിൽ ചെക്മാംഗ്ലൂർ അവിടെയും തൻ്റെ ഇടവകാംഗങ്ങളെ നിങ്ങൾക്ക് ഒരു നല്ല ഇടയനായി അച്ഛൻ കർത്തവ്യം നിർവഹിക്കുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ആവശ്യമാണ്. അച്ഛന്മാർക്ക് വേണ്ടി എല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരെപ്പോഴും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. 3 വർഷക്കാലം ഈ ഇടവകയിൽ ചെറിയൊരുക്കോടുകൂടി ഓടി നടന്ന് എല്ലായിടത്തും എത്തിച്ചേർന്ന് എല്ലാ മീറ്റിങ്ങുകളിലും എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് എല്ലാവർക്കും ഒരു മാതൃകയായി മേൽനോട്ടം വഹിച്ച് ഇവിടെ കഴിഞ്ഞ് അച്ഛൻ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന അവസരത്തിൽ 2012 മാനേജിംഗ് കമ്മിറ്റിയുടെ വകയായിട്ടും എൻ്റെ വകയായിട്ടും ഈ കാത്തഡ്രൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ കാത്തഡ്രൽ മെമ്പേഴ്സിൻ്റെ വകയായിട്ടും അച്ഛനും കൊച്ചമ്മയ്ക്കും എൽക്കയ്ക്കും കൊച്ചുകുവരുതിനും എല്ലാ അംഗങ്ങളും ദൈവം വരെ സമൃദ്ധിയായി 36 മേനിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. God bless you all. Thank you. ബഹുമാനപ്പെട്ട ജോസച്ചൻ, ഇന്നത്തെ VIP ബഹുമാനപ്പെട്ട ജോബിയച്ചൻ, കത്തീഡ്രൽ ട്രസ്റ്റി മിസ്റ്റർ വിജി ഷാജി, സെക്രട്ടറി മിസ്റ്റർ തോമസ് ജോർജ്, ആശംസാ പ്രസംഗകരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വൈദികരുടെ 3 വർഷത്തെ ടെനൂറിൽ കഴിയുമ്പോൾ സാധാരണ സംഭവിക്കാറുള്ള ഒരു ചടങ്ങിനും കൂടി ഈ ഇടവക സാക്ഷ്യം വഹിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷക്കാലമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ജോബിയച്ചൻ അടുത്തയാഴ്ച വിട പറയുകയാണ്. 2 വൈദികർ, ഈ വന്യ വൈദികരുടെ
ടേമിലാണ് ആദ്യമായി നമ്മുടെ ഇടവകയിൽ സേവനം അർപ്പിക്കുന്നത്. ഇവിടെ 2 വൈദികരെ അയക്കുന്നുവെന്ന് ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ എനിക്കല്പം ആശങ്ക എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, മറ്റു ചില ഇടവകകളിലെ ഗൾഫ് മേഖലകളിലെ തന്നെ ചില പള്ളികളിൽ 2 വൈദികർ സേവനമനുഷ്ഠിച്ചപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന വളരെ സീരിയസ് ആയ ചില പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു തോന്നലുണ്ടായത്. എന്നാൽ അതിനെയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ഈ കഴിഞ്ഞ 3 വർഷക്കാലം ഏകോദര സഹോദരങ്ങളെ പോലെ പരസ്പരം സ്നേഹിച്ചും പരസ്പരം സഹകരിച്ചും പരസ്പരം ക്ഷമിച്ചും മറ്റ് ഇടവകൾക്ക് കൂടി മാതൃകയായ രീതിയിൽ ഇവിടെ സേവനമനുഷ്ഠിക്കുവാൻ വന്യ വൈദികർക്ക് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട സംഗതിയാണ്. ഞാൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, സാധാരണ മലങ്കര ഇടവകകളിൽ പലയിടത്തും കാണാറുണ്ട്, ബഹുമാനപ്പെട്ട വികാരിമാർ ഭരിക്കുന്നത് ബ്രിട്ടീഷ് സ്റ്റൈലിലാണ്. ഡിവൈഡ് ആൻഡ് റൂൾ. സമാധാനമായ ഒരു പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന പല ഇടവകകളെയും പല തട്ടിലാക്കി അവിടെ ഭിന്നതയുണ്ടാക്കി വ്യക്തി ലാഭത്തിന് വേണ്ടിയിട്ട് പല പള്ളികളും നമുക്കറിയാം. എന്നാൽ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 3 വർഷക്കാലം ഇടവകയെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണുവാൻ ബഹുമാനപ്പെട്ട വൈദികർക്ക് സാധിച്ചു എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ്. ബഹുമാനപ്പെട്ട ജോബി അച്ഛനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ ഇടവകയിൽ വന്നിട്ടുള്ളതിലേക്കും ഏറ്റവും പ്രായം കുറഞ്ഞ യുവവൈദികനാണ് ജോബി അച്ഛൻ. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രായത്തിലുപരി പക്വത അദ്ദേഹത്തിൽ പ്രകടമായി കാണാവുന്നതാണ്. ആരോടും വളരെ വിനയത്തോടും ബഹുമാനത്തോടും സ്വതസിദ്ധമായ പുഞ്ചിരിയോടും ഉള്ള ആ ഇടപഴകൽ ഒരിക്കലും മറക്കാനാവുന്നതല്ല. മാനേജിംഗ് കമ്മിറ്റി ഉള്ളിൽ വെച്ചോ വെളിയിൽ വെച്ചോ അച്ഛനോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അത് വെല്ലച്ചനോട് ചോദിച്ചോ, എന്നാ വെല്ലച്ചനോട് ചോദിച്ചിട്ട് അച്ഛൻ പറയുന്ന പോലെ ചെയ്യ്. ഇതാണ് അച്ഛൻ്റെ ബിഹേവിയർ. ഒരുപക്ഷെ ഈ വിനയവും ഒക്കെ ആയിരിക്കാം ഈ ചെറുപ്രായത്തിൽ തന്നെ ഇതുപോലെ ഒരു വലിയ ഇടവകയിൽ സേവനമനുഷ്ഠിക്കുവാൻ ദൈവം അച്ഛനെ അനുഗ്രഹിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വിവാദങ്ങളിലൊന്നും ഉൾപ്പെടാതെ മാറി നിൽക്കുവാൻ അച്ഛൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം സാധാരണ വിശുദ്ധ കുർബാന കഴിഞ്ഞ് അല്ലെ മറ്റ് ആരാധന കഴിഞ്ഞ് വെളിയിലിറങ്ങിയിട്ട് ചുമ്മാ വട്ടം കൂടി എന്ന് വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ പള്ളി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പള്ളി പൊളിറ്റിക്സും ഒക്കെ വരും. ആ സമയത്ത് ജോബി അച്ഛന് അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ ഒറ്റ ഇവിടെ നിന്ന് മുങ്ങിയാൽ പൊങ്ങുന്നത് എവിടെയാണെന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം അതിലൊന്നും എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ്. മറ്റൊന്ന്, അച്ഛനെ സംബന്ധിച്ച് പറഞ്ഞ മറ്റൊരു കാര്യം പ്രത്യേകം പറയുവാനുള്ളത് അദ്ദേഹത്തിൻ്റെ ടൈം കീപ്പിംഗ്. അദ്ദേഹം അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന മറ്റെന്ത് പ്രോഗ്രാംസും വളരെ സമയക്ലിപ്തതയോടെ തീർക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ മുൻപ് സൂചിപ്പിച്ചതുപോലെ ബദാസയിലെ പ്രയർ ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്ക് അച്ഛൻ്റെ അക്ഷീണ പ്രയത്നമുണ്ട്. സമയപരിമിതി മൂലം ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ജോബി അച്ഛന് ചെറുപ്പമാണ്. ഇനിയും പോകുന്ന ഇടവകളിൽ ഇതിലും ഭംഗിയായി വിളങ്ങുവാനും തിളങ്ങുവാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. 2013 മാനേജിംഗ് കമ്മിറ്റിയുടെ പേരിലും ഈ ഇടവകളുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ബഹുമാനപ്പെട്ട ജോസച്ചനും കുടുംബത്തിനും എല്ലാവിധ ആയുരാരോഗ്യങ്ങളും ആശംസകളും യാത്രാമംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്യനായ ജോസച്ചൻ ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയായിരിക്കുന്ന
വന്യനായ ജോബി അച്ഛൻ, കൊച്ചമ്മ, കുഞ്ഞുങ്ങൾ, ഈ കത്തീഡ്രലിൻ്റെ ട്രസ്റ്റി ബഹുമാനപ്പെട്ട ശ്രീ വി ജി ഷാജി, സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ തോമസ് ജോർജ്, ഇന്ന് ഇവിടെ ആശംസാ പ്രസംഗം നടത്തി ഇരിക്കുന്നവരും നടത്തുവാനുള്ളവരുമായ ആശംസ പ്രാസംഗികരെ, ക്രിസ്തുവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, യഹോവയുടെ ആലയത്തിൻ്റെ കാവൽക്കാരനായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അത് ജോബി അച്ഛൻ യഹോവയുടെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായി, ഈ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായി ഇരുന്നിട്ട് 3 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരികെ പോവുകയാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ഇന്നേ ദിവസം നാം ആരുടെ അടിയന്തരം കൊണ്ടാടുന്നുവോ ആ പരിശുദ്ധനായ ദിദിമോസ് വലിയ ബാവായുടെ ശിഷ്യനായിട്ട് അദ്ദേഹത്തിൻ്റെ പാദത്തിലിരുന്നുകൊണ്ട് കേട്ട് പഠിച്ച്, ആ താപസ വര്യന്റെ വാക്കുകൾ കേട്ട് പഠിച്ച് ഒരു മകനെ പോലെ കൊണ്ടു നടന്ന് കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിലേക്ക് അദ്ദേഹത്തെ അയച്ചു പഠിപ്പിച്ചു. തീർച്ചയായിട്ടും അച്ഛൻ ഒരു ഭാഗ്യവാനാണ്. ഒന്ന്, ഇന്ന് അദ്ദേഹത്തിന്റെ പേരിൽ കുർബാന അർപ്പിക്കുന്ന സന്ദർഭത്തിൽ ഈ ഇടവകയിൽ അച്ഛന് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് അവസരം ലഭ്യമായി. കൂടാതെ അച്ഛന് നാട്ടില് കോഴിക്കോട്ട് മലബാർ പ്രദേശങ്ങളിൽ എൻഡോൺ സൽഫാൻ ആ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അബുദാബി ഇടവകയിലേക്ക്, അതായത് മലബാർ ഭദ്രാസനത്തിനു വേണ്ടി പട്ടമേറ്റ അച്ഛൻ മലങ്കര സഭയുടെ അഭിമാനമായിരിക്കുന്ന അബുദാബി ഇടവകയുടെ അസിസ്റ്റന്റ് വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ വിളിക്കപ്പെട്ട് ദൈവം അദ്ദേഹത്തെ ഇങ്ങോട്ട് അയച്ചു എന്ന് പറയുന്നതിൽ ദൈവത്തിന്റെ വലിയൊരു നടത്തിപ്പാണെന്നുള്ളത് തർക്കമില്ലാത്ത സംഗതിയാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ പറ്റി പറയുമ്പോൾ, ഈ ഇടവകയിൽ 3 വർഷം ശുശ്രൂഷിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ പല കാര്യങ്ങളിൽ ഇടപെടുവാനായിട്ട് സാധ്യമായിട്ടുണ്ട്. മുമ്പ് ബേബിച്ചാൻ പറഞ്ഞതുപോലെ ഇടവകയുടെ ആരാധനയുടെ ക്രമീകരണങ്ങളിൽ സമയത്തിന്റെ കൃത്യനിഷ്ഠ എന്താണെന്നുള്ളത് ഉത്തമമായ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അപ്രകാരം വിശുദ്ധ ബലിയിലും പ്രസംഗങ്ങളൊക്കെയും വളരെ ഇമ്പകരമായിട്ട് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. കൂടാതെ ഈ ഇടവകയിലെ ദിവ്യബോധനം എന്ന ഒരു ക്ലാസ് അച്ഛന്റെ നേതൃത്വത്തിലാണ് അത് നടത്തിക്കൊണ്ടുവന്നിരുന്നത്. ഞാനും അതിൻ്റെ ഒരു സ്റ്റുഡൻ്റായിരുന്നു. അങ്ങനെ അപ്രകാരം ആ 3 വർഷമായിട്ട് അച്ഛന് ഒരു 40 വിദ്യാർത്ഥികളെ അച്ഛന് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. സമയമില്ലാതിരിക്കുമ്പോഴും അച്ഛൻ ഇതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തി ആധ്യാത്മികമായ പന്താവിൽ കൂടി ഈ ഇടവകയിലെ ജനങ്ങളെ നടത്തുവാൻ തക്കവണ്ണം വളരെയധികം സമയം ചെലവഴിച്ചു എന്ന് എനിക്കിവിടെ പറയുവാനായിട്ട് സാധ്യമാണ്. കൂടാതെ അച്ഛൻ ഇവിടുത്തെ ഒരു അസിസ്റ്റന്റ് വികാരിയാണ് എങ്കിൽ തന്നെയും എനിക്ക് മുന്നമേ പല പ്രാസംഗികർ പറഞ്ഞതുപോലെ അച്ഛനെ ഒരു എളിയ സഹോദരനെ പോലെ എവിടെയൊക്കെയും അച്ഛനെ ഉയർത്തി കാട്ടുവാനായിട്ട് അച്ഛൻ പലപ്പോഴും അച്ഛൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അച്ഛന് വലിയ ഗുണങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അച്ഛന് ഈ നാട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഒരു നല്ല വാക്കുകൾ കൊണ്ട് അച്ഛനെ പൊയ്യുമ്പോൾ, അച്ഛന്റെ വിശുദ്ധ ബലികളിൽ ഞങ്ങളെയും കൂടി ഓർക്കണമേ എന്ന് ഈ സമയത്ത് അച്ഛനോട് ഞാൻ ആവശ്യപ്പെടുകയും കൂടിയാണ്. കൂടാതെ അച്ഛന്റെ
കൊച്ചമ്മയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വളരെയധികം വിനയത്തോടും താഴ്മയോടും കൂടി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അച്ഛൻ്റെ കൊച്ചമ്മ നമുക്കൊക്കെയും അറിയാവുന്നതുപോലെ തുമ്പോൺ മുദ്രാസനത്തിൽ സാം കളിയക്കലച്ചൻ്റെ മകളാണ്. ഒരു പുരോഹിതന്റെ മകളായിട്ട് അപ്പോൾ എങ്ങനെ ഒരു പുരോഹിതനോട് എപ്രകാരം ജീവിക്കണമെന്നുള്ള അറിവോടുകൂടി തന്നെ അച്ഛന് വേണ്ടിയതായ എല്ലാ പ്രോത്സാഹനവും ചെയ്തുകൊണ്ട് ആ കൊച്ചമ്മ എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുത്തു പോയിരുന്നു. കൊച്ചമ്മയുടെ അമ്മ കഴിഞ്ഞൊരു ദിവസം എന്നോട് പറയുകയുണ്ടായി, കൊച്ചമ്മ ജനിച്ചത് ഒരു പാഴ്സനീതിയിലാണ്. കൊല്ലം ഭദ്രാസനത്തിലെ ഒരു ഇടവകയിലെ വികാരിയായിരിക്കുമ്പോഴാണ് അവിടെ വെച്ചാണ് കൊച്ചമ്മ ജനിച്ചത്. അപ്രകാരം കൊച്ചമ്മയ്ക്കും ഒരു കുഞ്ഞിനെ അബുദാബി ഇടവകയുടെ പാഴ്സനീതിയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനായിട്ട് സാധ്യമായി. അത് പരിശുദ്ധനായ ഗീവർഗീസ് സഹായുടെ പെരുന്നാളിന്റെ അന്ന് അച്ഛന് ആ കുഞ്ഞിന് പേരിട്ടു ഗീവർഗീസ് എന്ന്. അപ്പോൾ എന്തും കൊണ്ടും ഭാഗ്യവാനായ നമ്മളുടെ അച്ഛനും കൊച്ചമ്മയും ഇവിടെ നിന്ന് പോകുമ്പോൾ എല്ലാവിധമായ ഐശ്വര്യങ്ങളും അച്ഛനും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ മകളെ പറ്റിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജോബി അച്ഛൻ ഇവിടെ ഇല്ല, നമ്മുടെ ജോസച്ചൻ മാത്രമേ ഉള്ളൂ. കുഞ്ഞു വന്ന് ഇവിടുത്തെ പായെടുത്തിട്ടു. പായിട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ വരുന്നില്ല, അച്ഛൻ വെളിയിലെങ്ങാണ്ട് പോയിരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ വലിയച്ഛനെ മോളോട് ചോദിച്ചു, എന്തിനാ ഈ പായിട്ടിട്ട് അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അച്ഛൻ വരുന്നില്ല. അപ്പം മോള് കയറി ആ പായ കയറി നിന്ന് കഴിഞ്ഞിട്ട് നമസ്കാരം കഴിഞ്ഞപ്പം വലിയച്ഛൻ ചോദിച്ചു, മോളെന്തിനാ പായ കയറി നിന്നത്? എൻ്റെ അച്ഛൻ അവിടെ ഇല്ലായിരുന്നു, പിന്നെ ആരാ ഞാനില്ല നിൽക്കേണ്ടത്. അപ്രകാരം കുഞ്ഞുങ്ങളെ ദേവാലയത്തോട് ചേർത്ത് ഈ ചെറുപ്പത്തിലെ തന്നെ ഈ ദേവാലയത്തിന്റെ അന്തരീക്ഷത്തിൽ അച്ഛന് കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ട് സാധ്യമാകുന്നത് ഒരു അനുഗ്രഹമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛനും കൊച്ചമ്മയ്ക്കും ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവിധമായ ആശംസകളും നേരുന്നു. അച്ഛൻ ഇടവകയിൽ ചെല്ലുന്ന ഇടവകയിലും അച്ഛൻ ശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം എന്ന നിലയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഒരു വാക്കോട് കൂടി ഞങ്ങളുടെ അച്ഛൻ്റെ കൂടെ ഞങ്ങളൊരു 40 ശുശ്രൂഷക്കാരെ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അവരുടെ എല്ലാവരുടെയും നാമത്തിലുള്ള ആശംസകളും ഇപ്പോൾ അർപ്പിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ഒരു ചെറിയ ഉപകാരം ഇപ്പോൾ അച്ഛന് നൽകുന്നതും കൂടെ ആയിരിക്കും. ത്രിയേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട ജോസച്ചൻ, ജോബി അച്ഛൻ, ഇടവ ട്രസ്റ്റി, ഇടവ സെക്രട്ടറി, ഇന്ന് ജോബി അച്ഛനെ ആശംസകൾ അർപ്പിക്കാൻ ഏറ്റിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരി സാരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഈ വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് കഴിഞ്ഞ 3 വർഷമായി സുത്യർഹമായ സേവനം, ശുശ്രൂഷ, ദൈവീക ശുശ്രൂഷ തികച്ച് ബ്രഹ്മവാർ ഭദ്രാസനത്തിലേക്ക് തിരിച്ചു പോകുന്ന നമ്മുടെ ജോബി അച്ഛനെ ജോബി അച്ഛനും കുടുംബത്തിനും യാത്രാമംഗളങ്ങൾ നേരുവാനാണ്. ഞാൻ ഏതാനും വർഷങ്ങൾ പുറമോട്ട് ചിന്തിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സാൻ ഗബ്രിയേൽ അച്ഛൻ അന്ന് കമ്മിറ്റിയിലും പൊതുയോഗത്തിനും വളരെ നിഷ്കൃഷ്ടമായിട്ട് അന്ന് അച്ഛനെ അലയിലെ ചുമതലയും കൂടെ ഉണ്ട്. ഇവിടെ 2 അച്ഛന്മാരെ വേണം. അന്ന് ഷാജിയൊക്കെ ഉണ്ട് കമ്മിറ്റിയിൽ. അന്ന് ഞങ്ങൾ പറഞ്ഞു അത് സാധിക്കത്തില്ല,
ഇവിടെ പൊതുയോഗത്തിലും സാധിക്കത്തില്ല. കാരണം രണ്ടച്ഛന്മാരെ സമീപ ഇടവകളിലെ പല കാര്യങ്ങളും നമ്മൾ അവഗ്രഹിച്ചപ്പോൾ രണ്ടച്ഛന്മാരെ ഈ ഇടവയ്ക്ക് പറ്റുകയില്ല എന്ന് അന്ന് തീരുമാനിച്ചു. അങ്ങനെ അച്ഛൻ വളരെ പ്രയാസപ്പെട്ടാണ് പോയത്. ഈ പ്രാവശ്യം കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് രണ്ടച്ഛന്മാരായില്ലേ? ഡൽഹി ഭദ്രാസനത്തിൽ നിന്നും ബ്രഹ്മാർ ഭദ്രാസനത്തിലേക്ക് അബുദാബി പള്ളി മാറ്റിയപ്പോൾ എടവ അഭിയന്തി തിരുമേനി ഇവിടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും എല്ലാവരുടെ മുന്നിൽ നമുക്ക് ഇവിടെ 2 പുരോഹിതന്മാർ വേണമെന്ന് ആവശ്യപ്പെടുകയും, എന്നാൽ 90% ആൾക്കാരും എതിരായിട്ടാണ് തിരുമേനിയോട് പറഞ്ഞത്. എന്നാൽ തിരുമേനി പറഞ്ഞ് 2 പേരെ നിയമിക്കും. അങ്ങനെ ബഹുമാനപ്പെട്ട ജോസ് അച്ഛനെയും ജോബി അച്ഛനെയും ഇവിടെ നിയമിച്ചു. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ മംഗലാപുരത്തും മലബാറിലും ജനിച്ച ഈ അച്ഛന്മാർ വളരെ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയാണ് ഇവിടെ നടത്തിയത്. അത് പറയാൻ കാരണം ഈ നമ്മുടെ തിരുക്കൊച്ചി അവിടുത്തെ അച്ഛന്മാരായിരുന്നെങ്കിൽ ഇത്രയും ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷ ഉണ്ടാകുകയില്ല. കാരണം എന്തെങ്കിലുമൊക്കെ പണക്കങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇവിടുത്തെ 3 വർഷത്തെ ശ്രേഷ്ഠ ജീവിതം ബ്രഹ്മാർ ഭദ്രാസനത്തിന് ഒരു ആസ്ഥാനം സ്ഥലം മേടിക്കുവാൻ തക്കവണ്ണം അവർ 2 പേരും പരിശ്രമിച്ചു. വളരെ ഇനിയും അവിടെ ഒരു ആസ്ഥാന മന്ദിരം പണിയണം. എനിക്ക് തോന്നുന്നു ജോസച്ചന് അവിടെ ചെന്ന് അതിൻ്റെ ചാർജ് വഹിക്കാനാണ് തിരുമേനിയുടെ ഒരു പ്ലാന്. അതും നടക്കുമെന്ന് വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ്റെ കൊച്ചച്ഛനായിട്ട് കടന്നു വന്ന് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും പ്രാപിച്ച് ഒരു വലിയ അച്ഛനായിട്ട് കടന്നു പോകുന്ന ഈ സമയത്ത് അച്ഛനും കൊച്ചമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. രണ്ടാമത് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, പലപ്പോഴും നമ്മുടെ പുരോഹിതന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് നമ്മളോട് ആവശ്യവും. പക്ഷേ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ ഓർക്കാൻ വിട്ടുപോകുന്നുവെന്ന് തോന്നുന്നു. ഏതെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഈ പുരോഹിതന്മാരിൽ നിന്ന് വരുന്നെങ്കിൽ അത് നമ്മുടെ പ്രാർത്ഥന അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, അവരുടെ ശുശ്രൂഷ, ദൈവീയ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈ പുരോഹിതന്മാരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ആരാധനകളും നമ്മെ ഓർക്കുന്നുണ്ട്. അത് നമ്മളും അവരുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ യാമപ്രാർത്ഥനകളിൽ ഓർക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാ മംഗളാശംസകളും എല്ലാ മംഗളങ്ങളും ബ്രഹ്മാർ ഭദ്രാസനത്തിൻ്റെ കൗൺസിലർ എന്ന നിലയിൽ, ഈ ഇടവയിലെ ഒരു സീനിയർ മെമ്പർ എന്ന നിലയിലും ആശംസിച്ചുകൊണ്ട് എനിക്കിതിനൊരു സമയം അനുവദിച്ചു തന്ന മാനേജിംഗ് കമ്മിറ്റിയോടുള്ള നിശ്ചയമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിരമിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തീരുമാനത്തെ മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട ജോസച്ചൻ, ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ, ചർച്ച് കത്തീഡ്രൽ ട്രസ്റ്റി, സെക്രട്ടറി, മറ്റ് പ്രാസംഗികർ, ഇവിടെ കൂടിയിരിക്കുന്ന മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, 3 വർഷത്തെ പ്രവർത്തന ശേഷം ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ ഇവിടെ നിന്ന് യാത്രയാവുകയാണ്. ഞാൻ സൺഡേ സ്കൂളിനെ പ്രതികരിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഒന്നിച്ച് ജോബി അച്ഛൻ്റെ കൂടെ പ്രവർത്തിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ കാര്യമായ രീതിയിൽ എനിക്ക് എൻ്റെ ഒരു കഴിഞ്ഞ 15 വർഷത്തെ അനുഭവത്തിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്ന അച്ഛന്മാരിൽ ഏറ്റവും കൂടുതൽ സൺഡേ സ്കൂളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ച 2 അച്ഛന്മാരാണ് ഇവർ 2 പേരും. അതിൽ ജോബി അച്ഛൻ ഏത് അവസരത്തിൽ ഏത് ആവശ്യത്തിന് സൺഡേ സ്കൂളിൻ്റെ ആവശ്യം എന്നാലും അതിനോട് നല്ല രീതിയിൽ സഹകരിച്ച് അതിനുവേണ്ടിയുള്ള സപ്പോർട്ട് എപ്പോഴും മാനേജ് കമ്മിറ്റിയിലാണെങ്കിലും എല്ലാം പറയാൻ തക്കവണ്ണം തന്നെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. സൺഡേ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അച്ഛൻ്റെ ആദ്യോടന്നുള്ള സഹകരണം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സോണൽ എക്സാമിനേഷൻ്റെ GCC ലെവൽ ഇവാലുവേഷൻ കഴിഞ്ഞ വർഷം മുതൽ 2 വർഷമായിട്ട് അബുദാബിയിൽ വെച്ചാണ് നടക്കുന്നത്. അത് ആദ്യമായിട്ട് സാറിനത് നാഗപ്പൂരിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ പുതിയ അച്ഛന്മാർ വന്നപ്പോഴത്തെ ജോസച്ചൻ അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ കൊണ്ടുവരികയും
അത് ഇവിടെ വെച്ചാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് വാല്യൂഷൻ നടക്കുന്നത്. പല പള്ളിയിൽ നിന്നുള്ള അധ്യാപകർ എത്തുകയും അതിന് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട ജോബി അച്ഛനായിരുന്നു. അതിൻ്റെ പേപ്പറുകൾ കറക്റ്റായിട്ട് ഫോൾസ് നമ്പേഴ്സ് ഇടുകയും അത് കറക്റ്റ് വാല്യൂ ചെയ്ത് അതിൻ്റെ ഇവാലുവേഷൻ നടത്തി ബഹുമാനപ്പെട്ട നമ്മുടെ ഇൻസ്പെക്ടർ ഇവിടെ നിന്നുള്ളതാണ്. അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ മുമ്പോട്ട് വരികയും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും കാരണം അത് വീണ്ടും ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുള്ള പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. അതിന് ഞങ്ങൾ പ്രത്യേകമായിട്ട് അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നു. അതുകൂടാതെ തന്നെ ബഹുമാനപ്പെട്ട തോമസ് പറഞ്ഞ പോലെ ദിവ്യബോധനം ക്ലാസ് സാധാരണ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടും ഒരച്ഛന്മാർ ഇതുവരെ അധ്യാപകരോട് നിങ്ങൾ ഇതൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനൊരു ദിവ്യബോധനം ക്ലാസ് പങ്കെടുക്കണമെന്ന് പറഞ്ഞ് ഒരിക്കലും വന്നിട്ടില്ല. എന്നാൽ ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ അതിന് മുൻകൈ എടുക്കുകയും സൺഡേ സ്കൂളിൽ ഓൾമോസ്റ്റ് 35 അധ്യാപകരെ അതിലേക്ക് ചേർത്ത് ഓൾമോസ്റ്റ് എനിക്ക് 50 പേരോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത്രയും പേരെ ഒന്നിച്ച് കൂട്ടി റെഗുലറായിട്ട് ക്ലാസ് എടുക്കുകയും അതിന് ഓൾമോസ്റ്റ് 6 ബുക്സ് ഈ കഴിഞ്ഞ ഒരു വയസ്സിനുള്ളിൽ എല്ലാവരും എഴുതി അത് കംപ്ലീറ്റ് കറക്റ്റ് ചെയ്ത് അച്ഛൻ തന്നെ കറക്റ്റ് ചെയ്ത് മാർക്സ് വരെ പബ്ലിഷ് ചെയ്യത്തക്കൊണ്ടുള്ള അറേഞ്ച്മെന്റ് അച്ഛൻ ചെയ്തു. അതൊരു വലിയ നേട്ടമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം അത്രയും അധ്യാപകർക്ക് അതിന് മാത്രമുള്ള നോളജ് ഇതിൽ നിന്ന് കിട്ടാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ മുഖാന്തരമായി എന്നുള്ളത് വളരെ സന്തോഷമായ കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഞങ്ങൾക്ക് സൺഡേ സ്കൂളിൻ്റെ ആയിട്ടുള്ള 2 അച്ഛന്മാർ വന്നതിന് ശേഷമാണ് റെഗുലറായിട്ട് മന്ത്ലി ടീച്ചേഴ്സ് മീറ്റിംഗ്, ടീച്ചേഴ്സ് ബൈബിൾ ക്ലാസ്സസ് എവറി ട്യൂസ്ഡേയ്സ് ഫസ്റ്റ് ട്യൂസ്ഡേയ്സ് നടത്തിക്കൊണ്ടിരുന്നു. അതിനും ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ്റെ ക്ലാസ്സുകൾ വളരെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും അതിൻ്റെ ഭയങ്കരമായ അർത്ഥത്തിൽ അത് മനസ്സിലാക്കി അതിൻ്റെ കാര്യമായ അർത്ഥങ്ങൾ ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കാനായിട്ട് ബഹുമാനപ്പെട്ട ജോബി അച്ഛന് സാധിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ സന്തോഷകരമാണ്. ഇനിയും വരുന്ന അച്ഛന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ഇവർ പോകുന്ന സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും ഇത് കൂടുതൽ പ്രാവർത്തികമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കൊച്ചമ്മയും കുഞ്ഞുങ്ങളും സൺഡേ സ്കൂൾ പ്രവർത്തനം കൂടുതൽ സഹകരിച്ച് പ്രത്യേക VBS ഒക്കെ വരുന്ന സമയത്തൊക്കെ കൊച്ചമ്മയുടെ സഹകരണം വളരെ കൂടുതൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവരോടുള്ള പ്രത്യേകം നന്ദിയും പ്രത്യേകമായിട്ട് അവസ്ഥയിൽ അറിയിക്കുന്നു. എല്ലാവർക്കും അച്ഛനും കൊച്ചമ്മയ്ക്കും കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും സൺഡേ സ്കൂളിൻ്റെ കുഞ്ഞുങ്ങളുടെ പേരിലും അധ്യാപകരുടെ പേരിലും പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസ്ഥയിൽ അറിയിക്കുകയും എല്ലാവരും ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. നന്ദി. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ജോസ് അച്ഛൻ, ജോബി അച്ഛൻ കുടുംബം, ഇടവ ട്രസ്റ്റി സെക്രട്ടറി, ആശംസ പ്രാസംഗികർ, പ്രിയ വിശ്വാസികളെ, OCYയുടെ പ്രവർത്തനങ്ങൾക്ക് എന്നും ഒരു മാർഗനിർദ്ദേശിയായി ബഹുമാനപ്പെട്ട ജോസ് അച്ഛനോടുകൂടി നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ, അതിലുപരി OCYയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രവർത്തകനെ പോലെ ഒരു നല്ല സുഹൃത്തായിട്ട് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തിച്ച ജോബി അച്ഛന് ഒരു സുദീർഘമായ സേവനത്തിന് ശേഷം നമ്മൾ യാത്രയപ്പ് നൽകുകയാണ്. OCY ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്നും പ്ലാൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മലബാർ മേഖലകളിലെ അർഹരായവരിലേക്ക് സഹായം എത്തിക്കുവാൻ വേണ്ടി ജോബി അച്ഛൻ നൽകുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങളിന്ന് നന്ദിയോടെ സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ ബദാസെയ്ദ്, റുവൈസ് എന്നീ ഏരിയകളിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ സംഘടിപ്പിക്കുവാനും ക്രിസ്മസ് കരോൾ സംഘടിപ്പിക്കാനും അതുപോലെ തന്നെ ഈ വർഷത്തെ വലിയ നോമ്പിൽ ബദാസെയ്ദ് ഏരിയയിൽ അഭിയന്ത ഏലിയാസ് തിരുമേനിയോടൊപ്പം തന്നെ ഒരു നമസ്കാരവും വലിയ നോമ്പിൽ പ്രസംഗം നടത്തുവാനും ജോബി അച്ഛൻ നേതൃത്വത്തിൽ സാധിച്ചു. കഴിഞ്ഞ 1.5 വർഷക്കാലം ജോബി അച്ഛനോടൊപ്പം യുവജന പ്രസ്ഥാനത്തിൻ്റെ കമ്മിറ്റി അംഗം നിലയിലും ഈ വർഷത്തെ സെക്രട്ടറി നിലയിലും പ്രവർത്തിക്കാനായി സാധിച്ചു. ബഹുമാനപ്പെട്ട ജോബി അച്ഛനും കുടുംബത്തിനും OCYയുടെ പേരിലുള്ള എല്ലാവിധമായ യാത്രാമംഗളങ്ങൾ നേരുകയാണ്. അതുപോലെ തന്നെ പോകുന്ന പുതിയ പ്രവർത്തന മേഖലയിലും നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ദൈവം നിർഭരായി ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ത്രിയേക ദൈവത്തിന് സ്തുതി. നമ്മുടെ കത്തീഡ്രൽ വികാരി ബഹുമാനപ്പെട്ട ജോസ് അച്ഛൻ, അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ, കുടുംബം, കത്തീഡ്രൽ ട്രസ്റ്റി മിസ്റ്റർ VG ഷാജി, കത്തീഡ്രൽ സെക്രട്ടറി മിസ്റ്റർ തോമസ് ജോർജ്, ഫെലിസിറ്റേഷൻ പറഞ്ഞ എല്ലാ പ്രവർത്തകരുമേ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ കഴിഞ്ഞ 3 വർഷമായി നമ്മോടൊപ്പം നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി സഹകരിച്ച് പ്രവർത്തിച്ചു എന്നുള്ളത് സംശയമില്ലാത്ത ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട അച്ഛന് ഈ സമയത്ത് മാർത്തമറിയ സമാജത്തിൻ്റെ പേരുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളട്ടെ. ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ
മർത്തമറിയ സമാജത്തിൻ്റെ എല്ലാ മീറ്റിങ്ങുകളിലും വന്ന് സംബന്ധിക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്ന് തക്ക സമയത്ത് ചെയ്യാനായി പ്രോത്സാഹിപ്പിക്കുക. എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ്റെ ഒരു നേതൃത്വം ഉണ്ടായിരുന്നു. ചാരിറ്റി ടിൻ വിതരണം ചെയ്യുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ ആത്മാർത്ഥതയോടുകൂടി സഹകരിച്ച് പ്രവർത്തിച്ചു. ബദാസൈദ്, റുവൈസ് എന്നിവിടങ്ങളിലേക്ക് പോകുമ്പോൾ നേരത്തെ തന്നെ പറയും, കുറച്ച് ടിൻ എടുത്തു വെച്ചേക്ക്, ഞാൻ പോകുമ്പോൾ കൊടുക്കാം. അത് അച്ഛൻ അത് നിർവഹിക്കുകയും ചെയ്തു. ഈസ്റ്റർ, ക്രിസ്മസ് സമയത്ത് ഞങ്ങൾ കേക്ക് വിൽക്കുമ്പോൾ ക്യാമ്പുകളിലുള്ളവർക്ക് കുറച്ച് കേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് അച്ഛന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. അതിനച്ഛൻ മുൻകൈ എടുക്കുകയും അച്ഛൻ അത് നിവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മർത്തമറി സമാജത്തിൻ്റെ കണക്കുകൾ ആക്യുറേറ്റ് ആയിരിക്കണം. റിപ്പോർട്ട് എഴുതുന്നത് വളരെ കൃത്യമായിരിക്കണം. കോമ്പറ്റീഷൻ നടത്തുന്നതെല്ലാം അതിൻ്റെ രീതിയിൽ തന്നെ ആയിരിക്കണമെന്ന് അച്ഛന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. കഴിഞ്ഞ 6 മാസത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ അച്ഛൻ്റെ നിഷ്കളങ്കത, ആത്മാർത്ഥത, സത്യസന്ധത, ഏതു നേരത്തും നമ്മെ സഹായിക്കാനുള്ള സന്നദ്ധത എന്നിവ മനസ്സിലാക്കാൻ സാധിച്ചു. അച്ഛൻ ചെല്ലുന്ന ഇടവകയിലും ഇതിൽ കൂടുതൽ മർത്തമറി സമാജത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ മുൻകൈ എടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ലഭിച്ചതല്ലാതെ ഒന്നുമില്ല എന്ന് പറയുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട അച്ഛന് ദൈവം ഒരു ഗീവർഗീസിനെ കൊടുത്തിട്ടുണ്ട്. ആ കുഞ്ഞിനെ കാണുമ്പോഴൊക്കെയും ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മുടെ അബുദാബി പള്ളിയെ ഓർക്കുമല്ലോ. ബഹുമാനപ്പെട്ട ജോബി അച്ഛനും കുടുംബത്തിനും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു നല്ല വൈദികനായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവതിരുനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അച്ഛന്മാരുടെ ജീവിതം പട്ടാളക്കാരുടെ ജീവിതം പോലെയാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോ 3 വർഷം കൂടുമ്പോഴും ഒരു മാറ്റം. ഓരോ സ്ഥലത്തും എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ട് വരുമ്പോഴേക്കും സ്ഥലം മാറ്റമായി. അച്ഛൻ്റെ ഇവിടുത്തെ ജീവിതം ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന്. കാരണം കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും അങ്ങോളം ഇങ്ങോളമുള്ള പള്ളികളിലെ നാനാവിധ ആൾക്കാരെ പരിചയപ്പെടുവാനും മനസ്സിലാക്കുവാനും അവരുടെ സ്വഭാവത്തിന് അനുസരിച്ച് അവരുടെ എങ്ങനെ പെരുമാറാനും എന്ന് പഠിക്കുവാനും പറ്റിയ ഒരു സാഹചര്യമാണ് ഇവിടെ നിന്ന് കിട്ടിയത്. അത് ഭാവിയിൽ അച്ഛന് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ജോബി അച്ഛനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ കൂടിയ പക്വതയും പ്രാർത്ഥനാശീലവും സൗമ്യമായ ഇടപെടലും ആ പുഞ്ചിരിയും ആണ് എൻ്റെ മനസ്സിൽ കൂടെ ആദ്യമായി കടന്നു വരുന്നത്. ഏത് പ്രതിസന്ധിയെയും നേരിടുവാനുള്ള ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം, ചഞ്ചലിക്കാത്ത ഉറച്ച തീരുമാനം, മുഖപക്ഷം നോക്കാതെ തെറ്റാണെന്ന് പറഞ്ഞു തരുവാനുള്ള തൻ്റെ ഇടം, ഈ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് കൂടെ MGOCS-ൽ പ്രവർത്തിക്കുവാൻ എനിക്ക് മാതൃകയായി. പല എതിർപ്പുകളും പല സാഹചര്യങ്ങളിൽ MGOCS-ന് എതിരെ വരികയും 2 അച്ഛന്മാരുടെയും കൂട്ടായ തീരുമാനത്തിൽ MGOCS-ത്തെ സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ ഇടയാക്കിയത് ഇവരുടെ അകമഴിഞ്ഞ് കൈത്താങ്ങലാണ്. ഇതൊന്നും ഞങ്ങൾക്കോ ഞങ്ങളുടെ കൂടെ മുൻ വർഷങ്ങളിൽ പ്രവർത്തിച്ച MGOCS മെമ്പേഴ്സിന് മറക്കാൻ പറ്റാത്തതാണ്. വിട പറയുക എന്ന് പറയുന്നത് ദുഃഖമുളവാക്കുന്നതാണ്. എവിടെയായിരുന്നാലും അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അച്ഛനും കുടുംബത്തിനും എല്ലാവിധ പ്രാർത്ഥനകളും നന്മകളും അപേക്ഷകളും ഞങ്ങളുടെ എല്ലാവരുടെ പേരിലും MGOCS-ന്റെ പേരിലും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജോസച്ചൻ, ജോബി അച്ഛനും കുടുംബം, സന്നിഹിതരായിരിക്കുന്ന സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇനി ഒരു പ്രസംഗം അധിക പ്രസംഗമാണ്. ഇരിക്കുന്ന പലരുടെയും ഭാവം കണ്ടാൽ അതെനിക്ക് മനസ്സിലാവും. എങ്കിലും ചടങ്ങിന്റെ ഒരു ഔചിത്യം എന്ന നിലയിൽ നിങ്ങൾ എന്നിൽ അർപ്പിച്ച ഒരു വിശ്വാസം, അതനുസരിച്ച് ഇടവകയുടെ ട്രസ്റ്റി എന്ന നിലയിൽ ഇന്ന് നമ്മുടെ നേർച്ച പൈസയുടെ ഒരു അംശം അച്ഛൻ ഉപഹാരമായിട്ട് കൊടുക്കുമ്പോൾ 2 വാക്ക് തുടക്കം എന്ന നിലയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പറയാൻ വെച്ചിരുന്ന വിഷയങ്ങളൊക്കെ ഐ തോമസും സെക്രട്ടറിയും പറഞ്ഞു കഴിഞ്ഞു. എൻഡോസൾഫാൻ വിഷയമാണ് അച്ഛന് കർമ്മരംഗത്ത് കൂടുതലായിട്ട് കൊണ്ടുവന്ന കാസർഗോഡെ വിഷയം നമുക്കറിയാം. 20 ഇടവകകൾ
മെമ്പേഴ്സ് മാത്രമുള്ള ഒരു പള്ളിയാണ് കാസർഗോഡ് പള്ളി. അച്ഛൻ ഇങ്ങോട്ട് വരുമ്പോൾ അതിൽ നിന്ന് 1500 മെമ്പേഴ്സ് ഉള്ള ഒരു പള്ളിയിലേക്ക് ഒരു പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ തന്നെ അച്ഛന് ചങ്കെടുപ്പ് തുടങ്ങി. ഇവിടെ വന്ന തുടക്കത്തിലൊക്കെ നമുക്കത് ഫീൽ ചെയ്യും. എന്നാൽ ഇന്ന് മലങ്കര സഭയിലെ ഏതു പള്ളിയിലും ആധികാരികമായി ശുശ്രൂഷ നടത്താനും സേവനം അനുഷ്ഠിക്കാനും അച്ഛനുള്ള ചങ്കൂറ്റവും ആ കഴിവും നാം തെളിയിച്ച് അച്ഛൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇടവകയും മദ്ബഹായെയും അച്ഛനൊരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങൾ 6 മാസം ഭരണസമിതിയിൽ ഇരുന്നിട്ടുള്ളൂ. ഒത്തിരി സ്വകാര്യ വിഷയങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള അച്ഛനാണ്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഷായിച്ച ഈ മദ്ബഹ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. കൂടുതലായിട്ട് പറയുമ്പോൾ അച്ഛൻ്റെ കണ്ട വിടറാറുണ്ട്. അത്രയധികം വിശ്വാസത്തോടും പരിലാളനയോടുമാണ് ഈ ദേവാലയം അച്ഛൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ലോകത്തിൽ ഇനിയും ഏത് ശുശ്രൂഷയ്ക്ക് എവിടെ പോയാലും അച്ഛന് ഇത് മറക്കാൻ പറ്റില്ല. അബുദാബി സെന്റ് ജോർജ് കത്തീഡ്രലും അതിന്റെ മദ്ബഹയും. മുൻ പ്രാസംഗികര് പറഞ്ഞതുപോലെ ഒരു ഗീവർഗീസിനെ കിട്ടിയ ദിനമാണ് നമ്മൾ ഓർക്കേണ്ടത്. ഒരു മഹാ ഐശ്വര്യം പോലെ തന്നെ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ച് കഴിയുന്ന ആ സ്പോട്ടിൽ അന്ന് അദ്ദേഹത്തിന് ഒരു അവസരം വീണ് കിട്ടിയതാണെന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഇവിടെ കത്തീഡ്രലിൽ സെന്റ് ജോർജിന്റെ പെരുന്നാളിന് ഒരു ബിഷപ്പ് കാണുന്നതാണ്. ഇപ്രാവശ്യം നമ്മൾ പലരെ അന്വേഷിച്ച് കിട്ടിയില്ല. നറുക്ക് വീണത് ജോബി അച്ഛനാണ്. ആ ശ്രേഷ്ഠമായ ദിനം ഒരിക്കലും അച്ഛന് മറക്കാൻ പറ്റില്ല. അതാണ് ഉത്തമ സമസൃഷ്ടി സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു സ്നേഹം. വൈദികൻ എന്ന് പറയുന്നത് ദൈവികനാണ്. ഇതൊരു ഡിവൈൻ കോളാണ്, ഒരു ദൈവവിളിയുടെ ഭാഗമാണ്. ഇറ്റ് ഇസ് എ കോൾ ഫോർ സർവീസ്, ഇറ്റ് ഇസ് എ കോൾ ഫോർ ഡെഡിക്കേഷൻ, ഇറ്റ് ഇസ് എ കോൾ ഫോർ ഒബീഡിയൻസ് ആൻഡ് മോർ ദാൻ ഇറ്റ് ഇസ് എ കോൾ ഫോർ റിപ്പൻഡൻസ്. ചെയ്ത കുറ്റങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ച് സ്നേഹത്തോടെ കരുതലോടെയൊക്കെ ജനങ്ങളെ കാത്തു സൂക്ഷിക്കാൻ അച്ഛന് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ക്യാമ്പസ് ഡേ എന്നൊരു പ്രോഗ്രാം അച്ഛൻ്റെ അജണ്ടയായിരുന്നു. മാനേജിംഗ് കമ്മിറ്റി അത് എക്സിക്യൂട്ട് ചെയ്തെങ്കിലും 200 ക്യാമ്പസിന് ഒരു ദിവസം മുഴുവനും മുസഫയിൽ ക്യാമ്പ് ഒരു ഹോട്ടലിൽ വെച്ച് മീറ്റിംഗ് നടത്തി. അത് ഉത്തമമായ ഉദാത്തമായ ഒരു ഉദാഹരണവും കരുത്തിന്റെ കഴിവിന്റെയും ഒരു സ്നേഹവും എല്ലാം നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. പിന്നീട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സ്ഥിതിസമത്വവാദവും ഭൗതികവാദങ്ങളും ഒക്കെ നമ്മുടെ സമകാലീന രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഒക്കെ വാഴുമ്പോൾ നമ്മുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ പരിസംരക്ഷിക്കുവാനും നമ്മുടെ പാരമ്പര്യങ്ങള് തനതായ നിലയിൽ നിലനിർത്തിക്കൊണ്ടുപോകാനും പ്രിയ അച്ഛന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നാം വിശ്വസിക്കുകയാണ്. ഒരു യുവ വൈദികനാണ്. അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും സ്നേഹോപഹാരമായി ഈ ഇടവകയുടെ ലളിതമായ ഒരു ഉപഹാരമാണെന്ന് ഞാൻ പറയും. ഇറ്റ് ഈസ് നോട്ട് ദ ക്വാണ്ടിറ്റി ബട്ട് ദ ക്വാളിറ്റി. അച്ഛൻ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാം. എന്നാൽ അച്ഛന് ഈ കരുതൽ എന്ന് പറയുന്നത് ഇടവകയുടെ ഒരു കരുതലാണ്. ഈ സമാഹരിക്കപ്പെട്ട വഞ്ചിപ്പെട്ടിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഓഹരിയാണ്. അത് ഇടവകയുടെ മുഴുവനും കരുതലും സ്നേഹവും അർപ്പണവും ഇതിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആ രീതിയിൽ അച്ഛൻ അതിനെ കാണണമെന്ന് ഓർക്കുകയാണ്. ഇതുപോലെ തന്നെ ഇനിയും പോകുന്ന കാര്യങ്ങളിലും വരുന്ന ഇടവകയിലും കൂടുതൽ ഉത്തരവാദിത്തമാണ് അച്ഛന് ഇടവക മെത്രാപ്പൊലീത്ത അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഏൽപ്പിച്ചൊരു സ്കൂളുണ്ട്. അതിന്റെ മാനേജ്മെന്റ്, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ ഇടവകയുടെ നോക്കിക്കാണലാണ്. സമൂഹത്തിന്റെയും സഭയുടെയും വിവിധ മണ്ഡലങ്ങളിൽ നിറവും മണവും ചാർത്തി പരിലസിക്കുവാൻ അച്ഛനും കുടുംബത്തിനും കഴിയട്ടെ. ഒരു കാര്യം മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ. എജി എബ്രാച്ചൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ശിഷ്ടായുസ് ധന്യമായി തീരട്ടെ. സഭയുടെയും സമൂഹത്തിലെയും സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റുകൊണ്ടോ 5.5 വർഷം മാത്രം സർവീസുള്ള ഒരു അച്ഛനെയാണ് അബുദാബിയിൽ നിന്ന് ഇവിടെ നമ്മൾ യാത്രയാക്കുന്നത്. 5 വർഷത്തോളം ഓഗസ്റ്റിലാകുന്നതേ ഉള്ളൂ വൈദിക വൃത്തിയിലേക്ക് വന്നതിന് ശേഷം. എല്ലാ കരുത്തും സമാഹരിച്ചുകൊണ്ടാണ് അബുദാബിയിൽ നിന്ന് പോകുന്നത്. ഗീവർഗീസ് സഹോദരയുടെ മധ്യസ്ഥത ഈ ഇടവകയുടെ കാവലും കോട്ടയുമായിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛന്റെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ആയിത്തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മൗനാനുവാദത്തോടുകൂടി, അതുപോലെ തന്നെ നമ്മുടെ ജോസച്ചൻ ഇനിയും വികാരി ജനറലായിട്ട് പോവുകയാണ്. ആ ഒരു ജോസച്ചന്റെ മുൻ യാത്രയെ പിന്നെ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. പ്രിയപ്പെട്ട ജോസച്ചന്റെയും സമ്മതത്തോടും അനുവാദത്തോടും കൂടി നിങ്ങളുടെ എല്ലാവർക്കും വേണ്ടി ഈ സ്നേഹോപഹാരം ഞാൻ ജോബി അച്ഛനെ ഏൽപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മറുപടി പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ജോബി അച്ഛനെ ക്ഷണിക്കുന്നു.
ത്രിയേക ദൈവത്തിൻ്റെ വലിയൊരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ജോസച്ചൻ, കത്തീഡ്രൽ ട്രസ്റ്റി, സെക്രട്ടറി, ഭരണസമിതി അംഗങ്ങൾ, ഇടവകയിലെ ഓരോ അംഗങ്ങൾ, മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും, 1 മണിക്കൂറായി ജോബിയച്ചൻ എന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം, ഇരുന്ന് കാല് മരവിച്ചിട്ടുണ്ടാവും, യാതൊരു സംശയവുമില്ല. പിന്നെ കൈമുത്തിയിട്ടില്ലല്ലോ, എങ്ങനെയാ പോകേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ 3 വർഷം കഴിക്കുന്ന ജോബിയച്ചൻ അടുത്ത് പോവുകയാണല്ലോ എന്നുള്ളൊരു സ്നേഹം കൊണ്ടും ഇവിടെ ഇരിക്കുന്നതാണ് എനിക്ക് വ്യക്തമായിട്ടറിയാം. 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. മലബാറിൻ്റെ വടക്കേ കോണിൽ, കേരളത്തിൻ്റെ അതിർത്തിയിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന, മലബാറിലെ വൈദികരെയും മലബാറിലെ തിരുമേനിയെയും കണ്ട് വൈദിക വൃത്തിയിലേക്ക് കടന്നു വന്ന ഒരാളാണ് ഞാൻ. നേരത്തെ ഒരിക്കൽ ഓർപ്പിച്ചതുപോലെ കോട്ടയം കാണുന്നത് സെമിനാരിയിൽ വന്നപ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എൻ്റെ പരിചയവും എൻ്റെ നാടുമായിട്ടുള്ള ബന്ധം. ഈ നാട്ടിൽ നിന്ന് ജനിച്ചു വളർന്ന് ദൈവം ഇത്രത്തോളം ഉയർത്തിയ വലിയ കൃപ, ഓരോ നിമിഷവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപ വാക്കുകൾക്ക് അതീതമാണ്, യാതൊരു സംശയവുമില്ല. പറയുവാൻ എനിക്ക് കഴിയുന്നില്ല, പറയുവാൻ എനിക്ക് കിട്ടുകയുമില്ല. പാസ്പോർട്ട് എടുക്കേണ്ടി വരും എന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ച ആളല്ല ഞാൻ. എനിക്കത് വേണ്ട എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ആളുമാണ് ഞാൻ. പക്ഷേ അബുദാബി പള്ളിയുടെ കൽപ്പന കൈകെട്ടിയപ്പോഴാണ്, തിരുമേനി പറഞ്ഞപ്പോഴാണ് ഞാൻ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നത്. ദൈവം വിചാരിച്ചാൽ, ദൈവം മനസ്സ് തുറന്നാൽ പിന്നെ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. അത് ഇത്രത്തോളം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒത്തിരി പറഞ്ഞ് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നീട്ടുന്നില്ല. 1.5 വർഷം മാത്രം ഷാജിജാൻ പറഞ്ഞതുപോലെ 20 വീട്ടുകാരുള്ള ഒരു ഇടവകയിൽ, അതിനു മുമ്പ് 2 ഞായറാഴ്ച മാത്രമേ കുർബാന ഉണ്ടായിരുന്നുള്ളൂ. എന്നെ അവിടുത്തെ മുഴുവൻ സമയ വികാരിയാക്കി, അല്ലെങ്കിൽ ആ പള്ളിക്ക് 4 തവണ ഞായറാഴ്ച സർവീസാക്കി എന്നെ വികാരിയാക്കിയാണ് മലബാർ ഭദ്രാസനത്തിൻ്റെ എന്നെ പട്ടം തന്ന് എന്നെ അയച്ച തെയോഫിലോസ് തിരുമേനിയാണ്. എന്നെ സെമിനാരിയിൽ വിട്ടതും അരമനയിൽ കൊണ്ടുവന്നതും കോട്ടയം കൊണ്ടേ കാണിച്ചതും വലിയ ബാബാ തിരുമനസാണ്. അതുകൊണ്ട് ആ ബാബാ തിരുമനസിന്റെ ജീവിതം ഒരിക്കലും മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. തെയോഫിലോസ് തിരുമേനി പട്ടം തന്ന് കാസർഗോഡ് ഇടവുകളെ 1.5 ചുമതലയേറ്റ് വിടുകയും, ഞാൻ അവിടെ പോകുമ്പോൾ കാസർഗോഡ് ഞാൻ കണ്ടിട്ടില്ല, കോഴിക്കോടിനപ്പുറത്തോട്ട് ഞാൻ പോയിട്ടുമില്ല. കൽപ്പനയും കൊണ്ടാണ് ഞാൻ കാസർഗോഡ് പോയി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി പള്ളിയിലോട്ട് പോകുന്നത്. അവിടെ 1.5 വർഷം ചെന്നപ്പോൾ അവിടുത്തെ ഒരു പ്രവർത്തനം, അത് കഴിഞ്ഞപ്പോഴേക്കും 1.5 വർഷം ആകുന്നതിന് മുമ്പ് മലബാർ ഭദ്രാസനം വിഭജിക്കപ്പെട്ട് ബ്രഹ്മോർ ഭദ്രാസനമാകുകയും അഭിമന്യ തിരുമേനി ചാർജ് എടുക്കുകയും ചെയ്തു. ഭദ്രാസനം വിഭജിച്ചപ്പോൾ തൊട്ട് തന്നെ മലബാറിലോട്ട് തിരിച്ചു പോകണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. തിരുമേനിയെ കാണുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും തിരുമേനി എന്നെ മലബാറിലോട്ട് വിടണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തിരുമനസ് കൊണ്ട് പറഞ്ഞു, അച്ഛനോട് നിൽക്ക്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ബ്രഹ്മോർ ഭദ്രാസനത്തിൻ്റെ ഒരു വൈദിക മീറ്റിംഗ് മംഗലാപുരം അരമയിൽ വെച്ച് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അഭിനന്ദ തിരുമനസ് മുകളിലോട്ട് എന്നെ എന്ന് വിളിച്ചു. ഞാൻ പോയി പറയാൻ പോകുന്നതും തിരുമേനി എന്നെ മലബാറിലോട്ട് തിരിച്ചു വിടണം എന്നുള്ള ആവശ്യപ്പെടാനാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ജോസഫിനെ കൂടി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ജോസഫിനെ വിളിച്ചിട്ട് ഞാൻ വീണ്ടും താഴെ നിന്നു. അപ്പൊ തിരുമേനി പറഞ്ഞു, ജോബി അച്ഛനെ കൂടെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നിട്ട് തിരുമേനി പറയുകയാണ്, അച്ഛനെ ജോസഫിന്റെ കൂടെ അബുദാബി പള്ളിയിലോട്ട് വിടുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ പറയാം, പാസ്പോർട്ടില്ലെങ്കിൽ പോയി പാസ്പോർട്ട് എടുക്കണം. ഇത് മാത്രമായിരുന്നു അന്ന് എനിക്ക്. എന്താ പറയേണ്ടതെന്നോ എന്താ ചെയ്യേണ്ടതെന്നോ ഒരു ബോധവുമില്ല. ആ ഒരു സമയത്ത് ജോസഫിന്റെ കൂടെ അച്ഛൻ നിന്നാ മതി, ഇതാ തിരുമേനി ആദ്യം എന്നോട് പറഞ്ഞ വാക്ക്. ജോസഫിന് 25 വർഷം അല്ലെങ്കിൽ 26 വർഷം സർവീസ് ഉള്ള അച്ഛനാണ്. അച്ഛൻ്റെ കൂടെ അച്ഛൻ നിന്നാ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം നടത്തിക്കൊള്ളും. അങ്ങനെ ഒരു ഉറപ്പിന്റെ പുറത്താണ് ഞാൻ ഇങ്ങോട്ട് വരുവാനായിട്ട് ഇടയായത്.
അപ്പോൾ ദൈവം നടത്തിയ വഴികൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ. അങ്ങനെ വന്ന് അബുദാബിയിൽ വന്നു. 20 വീട്ടുകാരുള്ള പള്ളിയിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് എത്ര പേര് വരുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ ഇടവക പള്ളിയിൽ 100 വീട്ടുകാരുള്ളൂ. അപ്പോൾ മാക്സിമം പോയാൽ 300, 400, 500 വരെ. അതിലപ്പുറമായിട്ട് ഒരു പള്ളിയിലും കുർബാനയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ആ സമയത്ത് അബുദാബിയിൽ പള്ളിയിൽ വന്ന് ആദ്യത്തെ വെള്ളിയാഴ്ച ആളുകളെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി. 1500 വീട്ടുകാരുള്ള പള്ളി കേട്ടപ്പോഴേ ഞെട്ടുകയാണ്. സൺഡേ സ്കൂളിൽ 600 പിള്ളേരുണ്ടെന്ന് തിരുമേനി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കാസർഗോഡ് 7 പിള്ളേരാണ് എനിക്ക് സൺഡേ സ്കൂൾ ഉണ്ടായിരുന്നത്. നാട്ടിലെ ഒരു വലിയ സ്കൂളിന്റെ ചിന്ത എൻ്റെ മനസ്സിലോട്ട് ആദ്യമേ ഓടി വന്നത്. അപ്പോൾ ആദ്യത്തെ ബലിയർപ്പണത്തിന് വരുമ്പോഴേ എനിക്ക് പേടിയായിരുന്നു. എൻ്റെ മനസ്സ് തുറന്നാണ് നിങ്ങളോട് പറയുന്നത്. പേടിയായിരുന്നു. ഓരോ വെള്ളിയാഴ്ചയും വരുമ്പോഴേ എനിക്ക് മനസ്സിൽ പേടിയാ. ദൈവമേ, എങ്ങനെ ഞാൻ നാളെ കുർബാന ചെല്ലും? ഒന്ന് പ്രസംഗിക്കാൻ പറയുമ്പോഴും പേടിയായിരുന്നു. ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കും? ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ വന്നത്. ഇത്രയും ആളുകൾ, കേരളത്തിന്റെ പല ഭാഗത്തുള്ള ആളുകൾ. അബുദാബി പള്ളിയിൽ നിന്ന് കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ. ഒരാളെ പോലും എനിക്ക് പരിചയമില്ല. എൻ്റെ ബന്ധക്കാരായിട്ടോ എൻ്റെ പരിചയക്കാരായിട്ടോ ആരും യുഎഇയിലില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമയത്ത് ഇവിടെ വന്ന് ഇന്ന് 3 വർഷം പിന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഇവിടെ നിന്ന് ഇത്രയെങ്കിലും സംസാരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടല്ലോ. ബലിയർപ്പിക്കാൻ ധൈര്യമായിട്ട് ദൈവസന്നിധിയിൽ ഇത്രയും ആളുടെ മുമ്പിൽ ബലിയർപ്പിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും മാത്രമേ ഉള്ളൂ. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അപ്പോൾ അബുദാബി പള്ളി എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു പള്ളിയാണ്. ഓരോ നിമിഷവും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജോസഫിന്റെ കൂടെ ശരിക്കും ഒരു പ്രാക്ടീസ് ആയിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ ഒരു പ്രാക്ടീസ്. എല്ലാ വിധത്തിലും, ആരാധനയുടെ കാര്യമായാലും ചർച്ച് അഡ്മിനിസ്ട്രേഷന്റെ കാര്യമായാലും എല്ലാ കാര്യത്തിലും ഒരു നല്ല ഗുരുവിനെ പോലെ, നല്ലൊരു പിതാവിനെ പോലെ അച്ഛൻ മുമ്പേ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തക്ക ഉപദേശങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോയി ചോദിക്കാം. അച്ഛൻ എന്നോടും പറയും, അച്ഛാ ഇന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചെയ്താൽ പോരെ. 26 വർഷം അല്ലെങ്കിൽ 27 വർഷം സർവീസ് ഉള്ള ഒരു അച്ഛൻ, 1.5 വർഷം സർവീസ് ഉള്ള ഒരു അച്ഛനോട് അഭിപ്രായം ചോദിക്കേണ്ട യാതൊരു കാര്യവുമില്ല, ആവശ്യവുമില്ല. പക്ഷേ എന്ത് ചോദിച്ചാലും അച്ഛൻ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട പോരെ, എന്താ അച്ഛൻ പറയുന്നേ? ആ ഒരു സപ്പോർട്ട്, ആ ഒരു കരുതൽ, ആ ഒരു സ്നേഹം, അതാണ് എന്നെ ഇത്രത്തോളം വളർത്തിയത്. യാതൊരു സംശയവുമില്ല. ആ ഒരു സ്നേഹം ഉള്ളതുകൊണ്ട് മാത്രം, ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം ഇന്ന് ഈ ദൈവത്തിൽ ഇവിടെ നിൽക്കുവാനായിട്ടും സാധിച്ചു. അതുകൊണ്ട് ഓരോ നിമിഷവും ദൈവം നൽകുന്ന കൃപകൾ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ 3 പേരായിട്ട് ഞങ്ങൾ ഇവിടെ വന്നു, 4 പേരായിട്ട് തിരിച്ചു പോകുന്നു. എൻ്റെ എൽക്കാമോളെ എടുത്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അവൾ നടന്ന പിച്ച വെച്ച മണ്ണാണ് അബുദാബി പള്ളി. അബുദാബി പള്ളിയുടെ പാർസലേജും അബുദാബി പള്ളിയുടെ ഉള്ളിലും. ഒരു കുഞ്ഞിനെ കൂടി ജന്മം നൽകിക്കൊണ്ട് തിരിച്ചു പോകുമ്പോൾ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ അത് തന്നെയാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളൂ. ഒരിക്കലും മറക്കുന്നതല്ല. ഈ പള്ളിയുടെ മധുബഹായിൽ കയറി നിന്ന് ബലി അർപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതകാലത്ത് ദൈവം എത്രത്തോളം അനുഗ്രഹങ്ങൾ മനസ്സ് നിറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് കൈയും കണക്കുമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ സാധാരണ മധ്യസ്ഥത ഓരോ പ്രയാസഘട്ടങ്ങളിലും ഈ ത്രോണോസിലോട്ട് കയറി നിന്ന് പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങി വരുമ്പോൾ അത്ഭുതമായി ദൈവം വഴി നടത്തിയിട്ടുള്ള കൃപകൾ ഒരിക്കലും അത് മറന്നുകൊണ്ട് എനിക്ക് ജീവിക്കുവാനായിട്ട് പറ്റുകയില്ല. അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, നിങ്ങളൊക്കെ ആവോളം അനുഭവിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് ആ ദൈവസ്നേഹം, പരിശുദ്ധനായ ഗീവർഗീസ് സഹോദരന്റെ മധ്യസ്ഥത ഈ 3 വർഷക്കാലം ഞാൻ ആവോളം അനുഭവിച്ചു. ഏത് വിധത്തിൽ നോക്കിയാലും എൻ്റെ ജീവിതത്തിൽ സമ്പന്നതയുടെ, വളർച്ചയുടെ, സന്തോഷത്തിന്റെ, ഉയർച്ചയുടെ കാലമായിരുന്നു ഈ 3 വർഷം. ദൈവം ഒത്തിരി ഒത്തിരി അനുഗ്രഹിച്ച വർഷം, ഒത്തിരി ഒത്തിരി സ്നേഹിതരെ തന്ന വർഷം, ഒത്തിരി ഒത്തിരി സന്തോഷം തന്ന വർഷം, ഒത്തിരി ഒത്തിരി കൂട്ടുകാരെ തന്ന വർഷം ഈ 3 വർഷം. മലങ്കര സഭയിലെ എവിടെ പോയാലും അബുദാബിയിൽ ഇരുന്ന് ജോബി അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും അറിയും. മലബാറിലെ തെയോഫിലോസ് തിരുമേനിക്കല്ലാതെ അല്ലെങ്കിൽ ഏലിയാസ് തിരുമേനിക്കല്ലാതെ എന്നെ വേറൊരു തിരുമേനിമാർക്കും അറിയത്തില്ലായിരുന്നു. ഇന്ന്
മലങ്കര സഭയിലെ എല്ലാ തിരുമേനിമാരും കാണുമ്പോൾ ചോദിക്കും, ജോബിയച്ച എന്താണ് വിശേഷമെന്ന്. എനിക്ക് നേടിത്തന്നത് അബുദാബി പള്ളിയാണ്. ഏത് ഇടവക നാട്ടിൽ എവിടെ പോയാലും എന്നെ അറിയുന്ന അച്ഛന്മാരെന്നുണ്ട്, എന്നെ അറിയുന്നവരുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ 1500 വീട്ടുകാരും നാട്ടിലെ പല ഇടവകയിലുള്ളവരാണ്. അതുകൊണ്ട് എവിടെ പോയാലും ഞങ്ങളുടെ അച്ഛനായിരുന്നു ജോബി അച്ഛൻ എന്ന് പറയുന്ന ഒരു വലിയ സന്തോഷം ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. അതൊരിക്കലും എനിക്ക് ഈ അബുദാബി പള്ളിയിൽ നിന്ന് കിട്ടിയതാണ്. അതിൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ തുടക്കം എന്ന നിലയിൽ മാത്രം കിട്ടിയതായതുകൊണ്ട് അതൊരു വലിയ മുതൽക്കൂട്ടായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ. ഒരു വാക്ക് നന്ദി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം. ആരോടാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാവരോടും നന്ദി മാത്രമേ എനിക്കുള്ളൂ, പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചു നൽകുന്ന ദൈവത്തമ്പുരാന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഗീവറീസാദയുടെ മധ്യസ്ഥതയിലും. രണ്ടാമത് 1.5 വർഷം അല്ലെങ്കിൽ 1.5 വർഷം പ്രായമുള്ള ഒരു അച്ഛനെ അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്. ഒരു കൽപ്പനയിൽ നിന്ന് 1500 വീട്ടുകാരുള്ള അബുദാബി പള്ളിയിലേക്ക് വിടണമെങ്കിൽ ആ തിരുമനസിന്റെ മനസ്സിനെ എത്രത്തോളം പറഞ്ഞാലും മതിയാകുകയില്ല. എന്തുകൊണ്ടാണ് എന്നെ തിരഞ്ഞെടുത്തതെന്ന് എനിക്കറിയത്തില്ല. എന്താണോ തിരുമേനി എന്നിൽ കണ്ടതെന്ന് എനിക്കും അറിയത്തില്ല. ജോസഫിന്റെ കൂടെ പോകുന്നത് കൊണ്ട് ജോബിയച്ചൻ ഇത് മതി എന്നുള്ള ചിന്ത ആയതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു വലിയ മനസ്സിന് തിരുമനസിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത ഒരവസ്ഥ. രണ്ടാമതായിട്ട് ജോസഫിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. എപ്പോഴും കൂടെ ഇരുന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ, പിതാവിന്റെ സ്ഥാനം. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അച്ഛനും കൊച്ചമ്മയും കുഞ്ഞുങ്ങളും എപ്പോഴും നാട്ടിൽ നിന്ന് പോന്നപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്കറിയാം 1.5 വർഷമായിട്ടേ ഉള്ളൂ വിവാഹം കഴിഞ്ഞിട്ട്. അപ്പോഴാണ് ഞങ്ങൾ വരുന്നത്. വീട്ടിൽ നിന്ന് മാറി നിന്ന ശീലം ഞങ്ങൾക്കില്ല. ഒരു കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ എങ്ങനെ താമസിക്കുമെന്നുള്ള ഒരു വിഷമം വലിയതായിട്ട് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ നാട്ടിൽ നിന്ന് മാതാപിതാക്കളെ വിട്ടുപിരിഞ്ഞു പോന്നപ്പോൾ ഇവിടെ ദൈവം നല്ലൊരു മാതാവിനെയും പിതാവിനെയും ഒരുക്കിയിരുന്നു. ഏത് കാര്യത്തിലും ഓടിച്ചെന്ന് കയറിച്ചല്ല, അച്ഛാ ഇങ്ങനെയാണല്ലോ, എന്താ ചെയ്യേണ്ടത്, അച്ഛൻ അവിടെ ഇരി അച്ഛാ, ബാക്കി കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു തരും. എപ്പോഴും ഓടിച്ചല്ല, ഏത് പാതിരാത്രിയിലും ചെല്ല, ഏത് കാര്യവും വിളിച്ചു ചോദിക്കാം. അത്ര ഒരു ഫ്രീഡം അച്ഛൻ എനിക്ക് തന്നിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഒരു വൈദികർക്കും അസിസ്റ്റന്റ് വികാരിമാർക്കും ഇത്രയൊരു ഭാഗ്യം കിട്ടിക്കാണുമെന്ന്. അതിൽ ഞാൻ ഭാഗ്യവാനാണ്. ഒരു നല്ല എൻ്റെ ഒരു വികാരി അച്ഛനെ, ഒരു ജ്യേഷ്ഠ സഹോദരനെ ദൈവം എനിക്ക് ഒരുക്കിയതിൽ. അതിൽ ഞാൻ സന്തോഷവാനാണ്, ഭാഗ്യവാനാണ് 100%. ആ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ എപ്പോഴേ ഇങ്ങനെ ഒരു സന്തോഷത്തിൽ നിന്ന് പിരിഞ്ഞു പോകുവാനായിട്ട് സാധിച്ചിരുന്നേ. പക്ഷേ ദൈവം അച്ഛനോട് ഒരുക്കിയ വലിയ കൃപ. അച്ഛ പ്രാർത്ഥന മാത്രമേ തിരുസന്നിധിയിൽ അർപ്പിക്കുവാനായിട്ട് ഉള്ളൂ. കാലാകാലങ്ങളിലായി ഭരണസമിതി അംഗങ്ങളായി ഇടവകയിൽ പ്രവർത്തിച്ചവർ 2011 ബഹുമാനപ്പെട്ട സ്റ്റീഫൻ മല്ലേലങ്ങളുടെയും അതുപോലെ എബിസാമിന്റെയും നേതൃത്വത്തിൽ, 2012 കെ സ്റ്റീഫൻ അങ്കിളുടെയും അതുപോലെ കെ തോമസ് അങ്കിളുടെയും നേതൃത്വം, 2013 PJ എബ്രഹാം അങ്കിളുടെയും അതുപോലെ PS ബേബി അങ്കിളുടെയും നേതൃത്വം, ഈ സമയങ്ങളിൽ വിജി ഷാജാന്റെയും അതുപോലെ തോമസ് ജോർജ് അങ്കിളുടെയും നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി അംഗങ്ങൾ നല്ല സപ്പോർട്ടായി ഇടവകയുടെ പുരോഗതി മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതി അംഗങ്ങൾ. ഇതൊരിക്കലും ഒരു പള്ളിക്കും കിട്ടുകയില്ല. ആത്മാർത്ഥമായി ഇടവകയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അംഗങ്ങൾ നിങ്ങൾ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും സന്തോഷമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചത്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നന്ദി മാത്രം അർപ്പിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പ്രതിഫലം തരട്ടെ. ഇവിടുത്തെ ആധ്യാത്മിക സംഘടനകൾ, ഓരോ ഇടവകയുടെയും ചേതസ്സും അല്ലെങ്കിൽ ജീവനും എന്ന് പറയുന്നത് ആധ്യാത്മിക സംഘടനകളാണ്. മലങ്കര സഭയ്ക്ക് തന്നെ അഭിമാനമായി മാറുന്ന ഇവിടുത്തെ യുവജന പ്രസ്ഥാനവും മർത്തുമറിയം സമാജവും എന്തോ ഒരു ആക്ടിവിറ്റീസാണ് അവർ നടത്തുന്നത്. ചുറുചുറുക്കോടെ ഓടി നടന്നുകൊണ്ട് പലപ്പോഴും മാറി നിന്ന് അസൂയപ്പെടുവാനായിട്ട്, ഇവരുടെ കൂടെ ഒരു മെമ്പറായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം. അത്രയ്ക്ക് ശക്തമായ രീതിയിൽ ഏത് പ്രശ്നങ്ങളെയും ഏത് ഒരു പ്രോഗ്രാമുകളും വളരെ തന്മയത്വത്തോടുകൂടി പുതിയ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നവർ, അവരുടെ പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ വളരട്ടെ എന്നുള്ള പ്രാർത്ഥന. നിങ്ങൾ തന്ന 3 വർഷങ്ങളിൽ ഭാരവാഹികളായിരുന്നു നിങ്ങൾ തന്നിട്ടുള്ള എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കട്ടെ.
ഇവിടുത്തെ സൺഡേ സ്കൂള് നാട്ടിലൊരു സ്കൂളിനേക്കാളും ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന സൺഡേ സ്കൂൾ ചിട്ടയായി അടുക്കോടുകൂടി വളരെ ക്ലിപ്തമായ രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓർഡറോടുകൂടി കുട്ടികളും അധ്യാപകരും OBBS ഒരിക്കലും മറക്കാത്ത അനുഭവം അബുദാബി പള്ളിയുടെ ഭാഗ്യമാണ് ഇങ്ങനെയൊരു സൺഡേ സ്കൂളും സൺഡേ സ്കൂൾ അധ്യാപകരും. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർക്കട്ടെ, നിങ്ങളുടെ ദൈവം നല്ലവണ്ണം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വന്നതിന് ശേഷം തുടങ്ങിയ MGOCSM കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി തുടങ്ങിയ ആത്മാർത്ഥമായി ചുറുചുറുക്കോടെ പ്രവർത്തിക്കുന്നു. നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ യോഗങ്ങൾ ഒത്തിരി പ്രാർത്ഥനാ യോഗങ്ങൾ വളരെ ഭംഗിയായ അബുദാബിയിൽ നടക്കുന്നു. ഇതിന് സുഖം പിടിക്കുന്ന ഒത്തിരി ആളുകൾ. ഓരോ പ്രവർത്തകരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മധുബാഹയിലെ ശുശ്രൂഷകർ പൗരോഹിത്യ ജീവിതത്തിൽ അവർ ചെയ്യുന്ന സേവനം വളരെയധികം യാതൊരു പ്രതിഫലവും ഇല്ലാതെ നാട്ടിലൊക്കെ ആണെങ്കിൽ കുർബാന കഴിഞ്ഞിറങ്ങി വരുമ്പോൾ ഒരു കാപ്പിയെങ്കിലും അവർക്ക് കിട്ടും. ഇവിടെ അതുപോലും കിട്ടുന്നില്ല. പക്ഷേ വളരെ സന്തോഷത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് മധുബായിൽ ഞങ്ങളോടൊപ്പം ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകർ, നിങ്ങൾക്ക് ദൈവം പ്രതിഫലം തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മാധുര്യമുള്ള ഗാനങ്ങൾ ആലപിക്കുന്ന കൊയർ അംഗങ്ങൾ, പലപ്പോഴും പരികൽ ശബ്ദങ്ങളും അല്ലെങ്കിൽ എന്താ പറയുന്നത് മ്യൂസിക്കൽ അല്ലാത്ത ചൊല്ലുകളും ഒക്കെ വരുമ്പോഴും അതിനനുസരിച്ചുകൊണ്ട് അവരത് കൈകാര്യം ചെയ്തു പോകുന്നു. ആരാധനയ്ക്ക് ഒരിക്കലും അഭംഗി വരാതെ ആരാധനയെ സപ്പോർട്ട് ചെയ്ത് സ്വർഗീയമാക്കി തീർക്കുവാൻ കൊയറംഗങ്ങളുടെ ഗായക സംഘാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ, അവരുടെ നിസ്തൂലമായ സേവനം വളരെ വലിയതാണ്. നിങ്ങളോടുള്ള സ്നേഹം, സന്തോഷം കൂടെ പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. അതുപോലെ കാലാകാലങ്ങളിലായി കെയർ ടേക്കേഴ്സ് ആയിട്ടുണ്ടായിരുന്നവൾ, ഞങ്ങൾ വന്ന സമയത്ത് പെലിപ്പോസ് ആയിരുന്നു, മോനിയായിരുന്നു, ഇപ്പോൾ അനു, എല്ലാ കാര്യത്തിലും കൈത്താങ്ങലുകളായി കൂടെ നിന്നുകൊണ്ട് വളരെയധികം സഹായിക്കുന്ന ഈ ഇപ്പോൾ അനുവിനോടും അതുപോലെ മുൻ കെയർ ടേക്കറായിരുന്ന മോനിയോടുമുള്ള സ്നേഹവും സന്തോഷവും പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ലൈബ്രറി പ്രവർത്തിക്കുന്ന ലൈബ്രറിയിൽ വിജയിച്ചാൽ നമുക്കറിയാം, ഓടിക്ക് ചെന്ന് പുസ്തകം എടുക്കണമെങ്കിലോ എപ്പോൾ ചെന്നെങ്കിലോ വളരെ സന്തോഷത്തോടുകൂടി എല്ലാ സഹായങ്ങളും ചെയ്യുന്ന പ്രത്യേകമായ ലൈബ്രറിയോടും വിജയിച്ചാലോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കട്ടെ. അതുപോലെ മുസ്തഫയിലും ബദാസയിലും ഉവൈസിലും ഒക്കെ താമസിക്കുന്ന ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകൾ, അവിടെ കുടുംബമായി താമസിക്കുന്നവർ, അവിടെയൊക്കെ പ്രത്യേകം ബാക്കിയുള്ളവരില്ല എന്നുള്ളതല്ല, എങ്കിലും ഒരു കൂടുതലായ ഒരു കരുതൽ അവർക്ക് ഉണ്ടായിരുന്നു. അവരോടുള്ള സ്നേഹവും പ്രയർ ഗ്രൂപ്പുകളോടുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കട്ടെ. ഇടവകയിലെ ഓരോ അംഗങ്ങൾ ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് അങ്ങനെ ചെയ്യുന്നു, ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നു, ഒരു പിതാവിന്റെ സ്ഥാനത്താണെങ്കിൽ അങ്ങനെ, എങ്ങനെ ഏതു വിധത്തിലും എല്ലാ സമയത്തും നല്ല നല്ല കൈത്താങ്ങലുകൾ നൽകിയിട്ടുള്ളവർ, അത് ഈ ഇടവകയെ എന്നും സ്നേഹത്തോടെ ഓർക്കുവാനുള്ളവരാണ്. എപ്പോഴും ചിരിക്കുന്ന മുഖവുമായി എന്തുകൊണ്ടാ വെച്ചാൽ വിശേഷം സുഖമല്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾ, എല്ലാവരോടുമുള്ള എല്ലാ ഇടവജന കുഞ്ഞുകുട്ടികളടക്കമുള്ള ഇടവകയിലെ എല്ലാ അംഗങ്ങളോടുമുള്ള ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിലുള്ള പ്രത്യേകമായ സന്തോഷം അറിയിച്ചുകൊള്ളട്ടെ. ആരോടെങ്കിലും ആർക്കെങ്കിലും നന്ദി പറയുവാനോ അല്ലെങ്കിൽ വിട്ടുപോയിട്ടോ ഉണ്ടെങ്കിൽ സാദരം ക്ഷമിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഒരു കാര്യം കൂടി, എൻ്റെ ഈ 3 വർഷത്തെ പ്രവർത്തന കാലഘട്ടങ്ങളിൽ മനസ്സുകൂടാതെയോ അറിവ് കൂടാതെയോ ആരോടെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എൻ്റെ ഏതെങ്കിലും വിധത്തിലുമുള്ള ചിന്തകൾ കൊണ്ട് എന്തെങ്കിലും വേദനകളോ പ്രയാസങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഹൃദയപൂർവ്വം ക്ഷമിക്കണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെയും കുടുംബത്തെയും പ്രത്യേകമായി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണമേ എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ കുടുംബാംഗങ്ങൾക്കും എനിക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക. നിങ്ങളെയും എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കും എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.